ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി വിഷയങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ടോപ്പിക്കാണ് വിജയരാമൻ സാറിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്, സൈക്കോളജി ഓഫ് കപ്പിൾ ഡാൻസ്. ഇതൊക്കെ പറയുമ്പം എന്താണ് കപ്പിളുകൾ നൃത്തം വയ്ക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ സൈക്കോളജിക്കലി പറയുമ്പോൾ ഇപ്പം നമ്മൾ TA ഒക്കെ പഠിച്ചവർക്കറിയാം, സൈക്കോളജിക്കൽ ഗെയിംസ് എന്നൊക്കെ പറയുന്ന കുറേ ഏരിയകളുണ്ട്. അവിടെ സത്യത്തിൽ ഈ പറയുന്ന പാർട്ട്നേഴ്സ് തമ്മിലുണ്ടാകാവുന്ന അടുപ്പവും ദൂരവും അതിനെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് ആ മെഷർമെൻറ്റിനെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടൂളുകളാക്കി മാറ്റുന്ന മനോഹരമായ ചില പഠനങ്ങൾ, ആ പഠനങ്ങളിലൂടെയാണ് ഇന്ന് സാർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഡാൻസ് ഓഫ് ആങ്കർ, അതുപോലെ തന്നെ ഡാൻസ് ഓഫ് ഇൻറ്റിമസി, ഇങ്ങനെയുള്ള മനോഹരമായ ബുക്കുകളുടെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ടൻറ്റ് ഹാരിയറ്റ് ലേണർ എന്ന് പറയുന്ന ആ വ്യക്തി, ആ സൈക്കോളജിസ്റ്റിൻ്റെ മനോഹരമായ ചില കണ്ടെത്തലുകളാണ്. തീർച്ചയായിട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മനോഹരമായി ഒരു ബുക്കിലൂടെ അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാർ അതിൻ്റെ കണ്ടൻ്റാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് സൈക്കോളജി ഓഫ് കപ്പിൾ ഡാൻസ് അല്ലെങ്കിൽ ദമ്പതി നൃത്തങ്ങൾ, ഈ വിഷയത്തെ നമുക്ക് സാറിൽ നിന്ന് തന്നെ കേൾക്കാം. സോ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം വിജയരാമൻ സാറെ. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എന്നെ കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? കറക്റ്റ് ആണല്ലേ? എല്ലാം ഓക്കെയാണ്. ഓക്കെ. അപ്പോ ഒരു വളരെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വളരെ അധികം പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ സബ്ജക്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് MSc പഠിക്കുമ്പോൾ ഒരു ചെറിയ നേരിയ പരാമർശമുള്ളൂ ഇതിനെക്കുറിച്ച്. പക്ഷെ ഇത് മനസ്സിൽ വല്ലാതെ നിന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പുറകെ പോയി, റെഫറൻസ് ബുക്കുകൾ ഒക്കെ ആയിട്ട് ഇത്തിരി പുറകെ പോയി. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോ ഒരു വലിയൊരു ഇൻസൈറ്റ് ആണ് കിട്ടിയത്. അതായത് നമ്മള് ചുറ്റും അല്ലെങ്കിൽ നമ്മളിൽ തന്നെ നമ്മളൊക്കെ ദമ്പതികൾ അല്ലെ, ഒരു പങ്കാളി അല്ലെ, ദമ്പതികളിലെ ഒരു പങ്കാളിയാണല്ലോ എന്നെ കേൾക്കുന്നവർ മുഴുവൻ. ദാമ്പത്യം അല്ലെ, ആ ബന്ധത്തിലുള്ളവരാണല്ലോ. അപ്പോ ഇതില് പറയുന്നത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് മാത്രം. ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഇത്തിരി പ്രയാസമുണ്ടെന്ന് മാത്രം. നേരത്തെ ഞാനൊരു 8 ക്ലാസ്സുകളായിട്ട് മെരിറ്റൽ എൻറിച്ച്മെന്റ് കൈകാര്യം ചെയ്തു. നല്ല റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത്. അപ്പോ അതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി, നമുക്ക് ഗുണകരമായി എന്ന് കരുതുന്നു. ഈ വിഷയം മെരിറ്റൽ തെറാപ്പിയുടെയാണ്. മെരിറ്റൽ തെറാപ്പി, ദമ്പതികളുടെ പ്രശ്നങ്ങൾ പലപ്പോഴും പറയാൻ പഠിക്കുന്നവർ നമ്മൾ ആരും പറയാറില്ല അല്ലെ. പറയാൻ ഒരാളോട് ചോദിക്കും. ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, വളരെ വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ദാമ്പത്യ ബന്ധത്തിൽ പരിചയമുള്ളവരാണ് നമ്മൾ ഒരുപാട് കൊല്ലങ്ങൾ ദാമ്പത്യ ബന്ധം പുലർത്തിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും പുലർത്തുന്നവരാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ദാമ്പത്യ ബന്ധം എങ്ങനെയാണ്? നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ഭർത്താവ് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ എങ്ങനെയാണ്? എന്നെ കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിച്ചവരെ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യം കേട്ടോ. അപ്പോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് എന്ന ഒരു ചോദ്യം ഒരുപാട് സെൻസിറ്റീവാണ്. അതിന് ഉത്തരം പറയാൻ നമ്മള് ഒരുപാട് മടിക്കും. അപ്പൊ വിഷയം ഇതാണ്. എങ്കിൽ കൂടിയിട്ട് ആ ഒരു ബന്ധത്തിന് ഇത്രയധികം ഏറ്റവും അധികം വില കൽപ്പിക്കുന്നുണ്ട് നമ്മള്. ഈ ബന്ധത്തിലെ നന്മയും തിന്മയുമാണ്
നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം നിശ്ചയിക്കുന്നത്. അപ്പോ നമ്മള് നിരന്തരം ദുഃഖത്തിലേക്ക് അല്ലെങ്കിൽ നിരന്തരം വിഷമത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഷ്യസ് സൈക്കിൾ അല്ലെ, വിഷ്യസ് സൈക്കിൾ എന്തായിരുന്നു പറയാ, ദൂഷിത വലയം ഈ ദാമ്പത്യ ബന്ധത്തിലുണ്ട്. തമാശയായിട്ട് പറയാറുണ്ട്, വിവാഹം കഴിക്കാൻ ഇഷ്ടം നല്ലതാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ലെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന വിവാഹം, ഒരുപാട് കൊല്ലത്തെ വിവാഹത്തിന് ശേഷം അതിലെ ആ ഒരു വിഷമങ്ങള്. അപ്പൊ ഈ ദൂഷിത വലയം ഇതിനകത്തുണ്ട്. ഇതൊരു സത്യമാണ്, ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കും. നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു വിഷമ വൃത്തം ഇതിന്റെ അകത്ത് കുറച്ചെങ്കിലും ഉണ്ട്. അപ്പൊ അത് മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അത് മാറ്റാൻ കഴിയും എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്, ഞാൻ പഠിച്ചത്, മനസ്സിലാക്കിയത്. പക്ഷെ അതെങ്ങനെയാണ്? ഒരു മെരിറ്റൽ തെറാപ്പിയുടെ കാര്യമാണ് ഇതെന്ന് ഞാൻ പറയുന്നു. മെരിറ്റൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൗൺസിലിംഗ് ഒരുപാട് വലിയ കാര്യമല്ല, കുറച്ച് സെഷനുകളിൽ കൂടി പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അധികം സെഷനുകൾ വേണ്ടി വരില്ല. പക്ഷെ തെറാപ്പി, സൈക്കോ തെറാപ്പി അല്ലെ, തെറാപ്പി എന്ന് പറയുമ്പോൾ സൈക്കോ തെറാപ്പി ആണല്ലോ. അതും കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഗഹനമാണ്. അതോടൊപ്പം അതിന് ഒരുപാട് സെഷൻസ് വേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത്. ഒരു മാറ്റം നമുക്ക് കഴിയും. മാറ്റം വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരുത്തിയിട്ട് ഒരു സമൂല മാറ്റം നമുക്ക് സാധ്യമാണ്. അത് എങ്ങനെ? ഇതാണ് വിഷയം. അപ്പൊ ഞാൻ എൻ്റെ സ്ലൈഡിലേക്ക് കിടക്കട്ടെ. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിന് ആഡ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ, കേൾക്കുന്നവര്? എപ്പോഴും സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് ഫാമിലി ലൈഫിൽ വരുന്നത്. എപ്പോഴും പ്ലസും എപ്പോഴും നെഗറ്റീവ് എന്നും പറയാൻ പറ്റത്തില്ല. അതിനെ മാനേജ് ചെയ്യുക. അപ്പം ഞാൻ എന്നുള്ളതിനെ നമ്മൾ എന്നുള്ള ആ ലേബലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പല പ്രശ്നങ്ങളും മാറ്റാൻ പറ്റുമായിരിക്കണം. സാറിനോട് ചോദിക്കട്ടെ. ഞങ്ങളുടെ ഇതനുസരിച്ച് ഇണകൾ എന്നാണ് പറയുന്നത്. എങ്ങനെ? മുസ്ലിം ഇതനുസരിച്ച് ഇണകൾ എന്നേ പറയാവുന്ന, ഭാര്യയും ഭർത്താവും എന്നല്ല, രണ്ടായിട്ടല്ല പറയുന്നത്, ഇണകൾ. ഓക്കെ. ഈ വീഡിയോ ഓൺ ചെയ്യണേ. ഇണകൾ എന്നാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത് മുഖം കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. അൻസാരി സാറാണ്. അൻസാരി സാർ വീഡിയോ ഓൺ ചെയ്താലേ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പോ ഇണകൾ എന്നാണ്. ഞാനേ വീട്ടിലത്തെ ഡ്രസ്സിലൊക്കെ നിൽക്കുകയാണ്, അതുകൊണ്ട് എന്റെ മുഖം ഒന്നും കാണണ്ട എന്നാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ അല്ല, കുഴപ്പമില്ല. നിങ്ങളൊക്കെ ഒരുങ്ങി കുട്ടപ്പനായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നുമില്ല, ചുമ്മാ കുഴപ്പമില്ല സാർ. ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. വിജയരാം സാറ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോ ഇമ്പമുള്ളതാണെന്ന് പൊതുവായിട്ട് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. പക്ഷെ ഇമ്പം ഉണ്ടാക്കണം. നമ്മൾ ഇമ്പം ഉണ്ടാക്കണമെങ്കിൽ സ്വയം സഹിക്കണം. കേൾക്കുന്നുണ്ടോ സർ? കുറച്ച് ശബ്ദം കുറവാണെങ്കിലും കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലെ? അത് ഇമ്പം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇമ്പം ഉണ്ടാക്കണമെങ്കിൽ നാം സ്വയം ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായ ധാരാളമായെന്നാണ് എൻ്റെ. തൻ്റെ കൗണ്ടർ പാർട്ടിന് വേണ്ടി നമുക്കൊന്ന് താഴ്ന്നു കൊടുത്താൽ എന്താ പ്രയാസം? അവരെ ഒന്ന് ടച്ച് ചെയ്താൽ എന്താ പ്രയാസം? ഇവിടെ ഞാൻ വലിയ മുരുകനായിട്ട് വടിയും പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഇമ്പം വരാത്തത്. അത് പ്രകമ്പനമായിട്ട് മാറുകയാണ് പലപ്പോഴും ഉണ്ടാവുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ് അതിൽ. പക്ഷെ അതിനിടയ്ക്കുള്ള കുറച്ച് നമ്മളങ്ങ് എടുത്ത് കളയും. എൻ്റെ പിടിയിൽ വരണം, എൻ്റെ മുഖത്തിൽ വരണം എന്ന ചിന്ത ഒന്ന് മാറ്റിയെടുക്കാമെങ്കിൽ സാറ് പറയാൻ പോകുന്ന ഡാൻസിങ് നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ വ്യത്യസ്തമാണ് വിലാന സാർ. അത് സാർ കേൾക്കൂ. ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും
ഒരു വിഷമവൃത്തത്തിലാണ് ദാമ്പത്യ ജീവിതത്തിൽ നടന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. വിഷ്യസ് സർക്കിൾ എന്ന് പറയുന്ന ദൂഷിത വലയം. ഈ ദൂഷ്യ വലയത്തിൽ പെട്ടു പോവുകയാണ് ഭാര്യയും ഭർത്താവും. അപ്പോ അതിൽ നിന്ന് മോചനം സാധിക്കാതെ അവസാനം വരെ നമ്മൾ പോവുകയാണ്. അതാണ് അതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പറയാൻ പോകുന്ന കാര്യം കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അപ്പോ സാറ് പറഞ്ഞത് ശരി തന്നെ. അത് പെരിഫറൽ ആയുള്ള ഒരു കാര്യം മാത്രമാണ്, അതൊരു ഉപരിപ്ലവമായ കാര്യം മാത്രമാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദൂഷിത വലയത്തിൽ നിന്ന് മാറാൻ നമ്മൾ ബോധപൂർവം അവെയർ ആയിട്ടുള്ള ഒരു ശ്രമം. നമ്മളിത് അൺഅവെയർ ആണ്, അവബോധമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്റിമസി എന്നൊരു കാര്യം എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം ദാമ്പത്യബന്ധം നന്നായിരിക്കും. അതിന്റെ അളവ് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മൾ സന്തോഷിക്കില്ല. അപ്പൊ സന്തോഷം ആണ് ദാമ്പത്യ ബന്ധത്തിൽ നമുക്ക് വേണ്ടതെങ്കിൽ ഇന്റിമസി കൂട്ടണം. ഈ ഇന്റിമസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിൽ ഉറ്റ സൗഹൃദം എന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അതങ്ങനെ ശരിയായ വേർഡില്ല അതിന് മലയാളത്തിൽ കറക്റ്റ് ആയിട്ടുള്ള. അപ്പൊ ആ ഒരു അടുപ്പം നമുക്ക് എന്തായാലും ഭാര്യയോട് അടുത്തത് പോരാ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അടുത്തത് പോരാ. എവിടേക്കോ എന്തൊക്കെയോ ലാഗിങ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു വിഷമത്തിലാണ് നമ്മൾ ഓരോ ഭാര്യയും ഓരോ ഭർത്താവും ഇരിക്കുന്നത്. അവിടെ ഇന്റിമസി കുറവ് തന്നെയാണ് അതിന്റെ കാരണം. ഈ ഇന്റിമസി കൂട്ടണമെങ്കിൽ, കൂട്ടാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ സബ്ജക്റ്റ് അതാണ്. നമ്മള് അവബോധമില്ലാതെ അൺഅവെയർ ആയിട്ട് ഒരു നേരത്തെ സാർ പറഞ്ഞ പോലെ ഗെയിം എന്ന് പറയുന്നതിന്റെ പകരം ഞാൻ അതിനെ ഒരു നൃത്തം എന്ന് പറയുന്നു, ഡാൻസ്. ഒരു ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ജീവിതകാലം മുഴുവൻ. ആ നൃത്തത്തില് സ്റ്റെപ്പ് ചെറുതായിട്ട് ഉല്ലന സാർ അത് സൂചിപ്പിച്ചു, സ്റ്റെപ്പുകളിലാണ് ഡാൻസ് ഉള്ളത്. അതില് ഇപ്പൊ ചെയ്യുന്ന ഈ ഡാൻസ്, അതായത് സന്തോഷകരമല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ ഡാൻസിൽ ഒരു ചെറിയ സ്റ്റെപ്പ് വ്യത്യാസം, ആരെങ്കിലും ഭാര്യയോ ഭർത്താവോ ഒരാൾ മതി, രണ്ടുപേരും ഒന്നിച്ച് നൃത്തത്തെ കുറിച്ച് നമുക്കറിയാം. അപ്പോ അത് ഒരു സ്റ്റെപ്പ് വ്യത്യാസം ആരെങ്കിലും ഒരാൾ നടത്താൻ തയ്യാറായാൽ എല്ലാം നന്നാവും. അതാണ് എന്റെ വിഷയം. അപ്പൊ ഞാൻ ഇനി വിഷയത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ സാർ. ഓക്കെ, റൈറ്റ്. സൂമിനൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ് ഞാൻ ചെയ്യട്ടെ. ഓക്കെ, ഷെയറിങ്ങില് ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ. കാണുന്നുണ്ട് എന്റെ സ്ക്രീൻ? കാണുന്നുണ്ടോ? കാണുന്നില്ല സാറേ. അപ്പൊ ഷെയറിങ്ങിൽ എന്തോ പ്രശ്നം. ഷെയറിങ് എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഷെയറിംഗ് ഒരു മിനിറ്റ് ഞാൻ വീണ്ടും പറ്റേ. എന്നാ സാറേ, സാറിന് ഈ വിജയ് എന്ന് പറഞ്ഞ ഒരു ഇതല്ലേ ഉള്ളൂ? എന്റെ ഇതില് ഇല്ല അതുകൊണ്ട് അല്ലേ? അല്ലല്ല, അത് കോഹോസ്റ്റ് ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. കറക്റ്റ് എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? വരുന്നുണ്ട്. ഓക്കെ. കാണുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ. അപ്പോ ഇത് റെഫർ ചെയ്തിരിക്കുന്നത് ഒരു ബെസ്റ്റ് സെല്ലറായിട്ടുള്ള 2 പുസ്തകങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചു സാബു സാറ്. ഡാൻസ് ഓഫ് ഇന്റിമസി, ഡാൻസ് ഓഫ് ആങ്കർ, ഹാരിയറ്റ് ഗോൾഡർ ലെർണർ.
സൈക്കോളജിസ്റ്റ് ആണ്, വളരെ പ്രശസ്തയായുള്ള സൈക്കോളജിസ്റ്റ് ആണ്. ബുക്കും അതുപോലെ ബെസ്റ്റ് ഒരുപാട് പേര് വായിച്ച ഒരു പുസ്തകവുമാണ് ഇത്. ഈ പുസ്തകം ഡാൻസ് ഓഫ് ആങ്കർ പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ, ഇപ്പൊ ഈ മെരിറ്റൽ തെറാപ്പി അല്ലെങ്കിൽ ഫാമിലി കൗൺസിലിംഗ് പഠിക്കുന്ന കുട്ടികൾ ഇതൊരു റെഫറൻസ് ബുക്കായിട്ട് അത് എടുക്കും. ബുധനാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ മോഡേൺ എന്ന് പറഞ്ഞ ഡയഗ്നോസ്റ്റിക് സെന്റർ അല്ലേ? ശബ്ദം കേൾക്കുന്നത് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതിന്നാണ് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ പക്ഷേ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസിൽ എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്റർനെറ്റിന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടാവും? ഈ 2 പുസ്തകങ്ങൾ വായിച്ചവരാരെങ്കിലും ഉണ്ടാവും എന്നെ കേൾക്കുന്നവര്? ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് ഇറങ്ങുന്നു. ഈ നൃത്തം കൊണ്ടുള്ള ഗുണം എന്താ? അപ്പൊ നമ്മൾ സാധാരണ ഒരു ഗെറ്റ് ടുഗദർ അല്ലെ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഡാൻസ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഭാര്യയോടൊത്ത് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഭർത്താവിനോടൊത്ത് ഡാൻസ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അത് നല്ലൊരു കാര്യമല്ലേ? പലപ്പോഴും മടിക്കാറുണ്ട് അല്ലെ? എന്നാലും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാറുണ്ട് ഇല്ലേ? എല്ലാവർക്കും അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരിക്കും. ഒന്ന് ഡാൻസ്, സാധാരണ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഡാൻസ് പഠിച്ചവരല്ല. അപ്പോ എങ്കിൽ കൂടിയിട്ട് ഡാൻസ് ഒരു വേദിയിൽ പോയിട്ട് ഡാൻസ് ചെയ്തിട്ട് അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ഇതിനൊന്നും നമുക്ക് കഴിയില്ല. എങ്കിൽ കൂടിയിട്ട് ഈ ഗെറ്റ് ടുഗദറിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഡാൻസ് ചെയ്യുന്നത് കാണാൻ, അത് നോക്കി ആസ്വദിക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. എന്താണ് ഇതിനുള്ള ഗുണം? നൃത്തം കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കഴിയുന്നു. വെർബൽ ആയിട്ടല്ലാതെ പലതും പറയാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഒന്നിച്ച് നൃത്തം ചെയ്താൽ അടുപ്പം വർദ്ധിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന നൃത്തത്തിന്റെ ചില പ്രത്യേകതകളിലേക്കും കൂടി കൊണ്ടുവന്നിട്ട് ഭാര്യയും ഭർത്താവുമ്പോൾ ദമ്പതികൾ തമ്മിലുള്ള നൃത്തമാകുമ്പോൾ വൈകാരികമായുള്ള അടുപ്പം, അതുപോലെ ആശയവിനിമയം ഇത് സമന്വയിപ്പിച്ചിട്ട് അടുപ്പത്തിലേക്ക് അതുപോലെ അകലത്തിലേക്ക് മാറി മാറി നീങ്ങിയിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുക, ബന്ധത്തിന്റെ പൂർത്തീകരണത്തിന് ശ്രമിക്കുക. അതിന് കഴിയുന്നുള്ള വേറെ കാര്യം, അത്തരമുള്ള ഒരു ശ്രമമെങ്കിലും ഒന്നിച്ചുള്ള നൃത്തം കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അത് ഇന്റിമസി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അത് സാധാരണ കായികമായിട്ട് നമുക്ക് തോന്നിയ തോതിൽ നമ്മൾ ചെയ്യുന്ന ഒരു നൃത്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗെറ്റ് ടുഗദറിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു. അതാണ് അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇനി നമ്മളെല്ലാവരും ദാമ്പത്യ ജീവിതത്തിൽ പരിചയമുള്ളവരാണ്. ഇപ്പോഴും നമുക്ക് പുരുഷനാണെങ്കിൽ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഭർത്താവുണ്ട്. നമ്മളത് ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സാക്ഷിഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാല് അടുപ്പാൻ വേണ്ടി ഭാര്യ ഭർത്താവിന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പരിധി വരെ അടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് അകലുന്നുണ്ട്. ആ അപ്രോച്ച് സമീപിക്കലിന്റെ കൂടുതൽ അടുത്ത് വരുമ്പോ ഒരു ഒഴിവാക്കലുണ്ട്. ഇങ്ങനെയുള്ള ഒരു ആവർത്തനം, എന്നാ വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കണം. ഇതല്ലേ ദാമ്പത്യ ജീവിതത്തിൽ നടക്കുന്ന? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് നടക്കുന്നത്. പലർക്കും അത് പല തരത്തിലാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി ഇതാണ്, അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസ്. ഒരാള് സമീപിക്കുന്നു കൂടുതൽ അടുക്കാനായിട്ട് സമീപിക്കുന്നു, മറ്റാള് ഒഴിവാക്കുന്നു. കുറച്ചൊക്കെ അടുക്കും, കുറച്ചൊക്കെ അടുത്ത് നിന്ന് വരും. എന്തായാലും എത്രത്തോളം അടുത്ത് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ ഒഴിവാകും. നമുക്കറിയാം ഓപ്പോസിറ്റ്സ് അല്ലെ, മാഗ്നറ്റിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ്സ് അട്രാക്ട്, വിപരീതങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അതുപോലെ സ്ത്രീയും പുരുഷനും രണ്ട് വിപരീത അവസ്ഥയിൽ തന്നെ എന്ന് പറയാം
അതായത് വളരെയധികം മാനസികമായിട്ട്, അതുപോലെ ശാരീരികമായിട്ട്, ഇമോഷണലായിട്ട്, അല്ലെ, ഇതൊക്കെ വളരെ വളരെ വ്യത്യാസമുള്ള രണ്ട് മനുഷ്യരാണ് അത്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം. അപ്പൊ ഈ ഓപ്പോസിറ്റ്സ് തന്നെ പറയാമല്ലോ, അല്ലെ, ലിങ്ക് ഓപ്പോസിറ്റ്, അല്ലെ, ഇത് അട്രാക്ട് ചെയ്യും. ഒരിക്കൽ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ എന്ത് വേണം? അത് പിന്നെ അവിടെ അട്രാക്ട്, പിന്നെ അങ്ങനെ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും രണ്ടാമത്തെ അട്രാക്ഷൻ ഇല്ലല്ലോ അവിടെ. അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ അത് പിന്നീട് വീണ്ടും വ്യത്യാസം വരണം. ഒഴിവാക്കലിന്റെ ഒരു കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പിന്നെ വീണ്ടും അപ്രോച്ച്. ഇങ്ങനെ ആശയവിനിമയത്തിന്റെയും പെരുമാറ്റത്തിലാണ് ഈ വിഷയം കേട്ടോ. അതുപോലത്തെ വൈകാരികമായിട്ടുള്ള വിഷയമാണിത്. ഈ പറയുന്നത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ, വൈകാരിക ആവശ്യങ്ങളും അതിന്റെ പ്രതികരണവും. അതിന് വൈകാരികമായ ആവശ്യത്തിന്റെ വേണ്ടിയുള്ള അപ്രോച്ച്, അതിന് ഒരു ഭാഗത്തുനിന്നുള്ള പ്രതികരണം, അതാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് വിഷമുള്ള കാര്യമാണ്. ഇതൊരു പ്രകൃതമായിട്ട്, ഒരു പാറ്റേൺ ആയിട്ട് പോകുന്നു. ഈ പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് കൃത്യമായിട്ട് ആവർത്തിക്കുന്ന ഒരു പ്രക്രിയക്കാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാറ്റേൺ, ഒരു പ്രകൃതമായിട്ട് ഇത് മാറുന്നു. ഓക്കെ, ഒരാളുടെ പ്രവൃത്തി, മറ്റാളുടെ പ്രതികരണം, അത് തിരിച്ചു ആവർത്തിക്കുന്നു, സൈക്കിളായിട്ട്, ചാക്രികമായിട്ട് തുടരുന്നു. ഞാനിത് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ടായിരിക്കും. പക്ഷേ എന്റെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും, അത് ഗ്യാരണ്ടി. അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം കേട്ടുപോകുക, മനസ്സിലാക്കുക. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ആ രണ്ട് പുസ്തകവും വായിച്ചവരാരൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്നെ കേൾക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം അതായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പോ കുറച്ച് സമയമുള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ട് പിന്നീട് ഇതിനെ വിശദീകരിക്കാം. അപ്പൊ ഒരാളെ പ്രവൃത്തി, മറ്റാളുടെ പ്രതികരണം, അത് തിരിച്ചും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചാക്രിക സൈക്കിളായിട്ട്, അതാണ് ദാമ്പത്യ ജീവിതം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബന്ധത്തിന് കൂടുതൽ പൂർത്തീകരിക്കുന്ന ഒരു ബന്ധത്തിന് നയിക്കാൻ കഴിയും. ഇത് ആരോഗ്യകരവുമുണ്ട്, അനാരോഗ്യകരവുമുണ്ട്. ആരോഗ്യകരമാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ സ്വഭാവം? അതിന്റെ സ്വഭാവമായിട്ട് വരുന്നത് നല്ല ആശയവിനിമയമാണ്, എമ്പതറ്റിക് ആയിരിക്കും. ഭാര്യയും ഭർത്താവും അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളും പൂർത്തീകരിക്കും. ഇതാണ് ആരോഗ്യകരമായ നൃത്തം. ഇതൊരു ഡാൻസ് ആയിട്ടാണ് നടക്കുന്നത്. ദാമ്പത്യ ജീവിതം നൃത്തമായിട്ടാണ് നടക്കുന്നത്. അത് അപ്രോച്ച് ആൻഡ് അവോയ്ഡൻസിന്റെ ആവർത്തനമാണ്. അതൊരു സൈക്കിളാണ്, ചാക്രികമാണ്. അത് രണ്ട് തരത്തിലുണ്ട്, ആരോഗ്യകരം, അനാരോഗ്യകരം. ആരോഗ്യകരത്തില് ആശയവിനിമയം, നല്ല ആശയവിനിമയം ഉണ്ടായിരിക്കും, അനുതാപമല്ല അഥവാ എംപതി ഉണ്ടായിരിക്കും, ഓരോരുത്തരും പരസ്പരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. അനാരോഗ്യകരമായ നൃത്തമാണെങ്കിൽ അതിൽ സംഘർഷം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, അകൽച്ച ഉണ്ടാവും. ഇനി പ്രധാനപ്പെട്ടതായിട്ട് 3 തരത്തിലാണ് ഈ നൃത്തം എന്ന് പറയുന്നത്. പിന്തുടരൽ, അകറ്റൽ, പെർസ്യൂവർ, ഡിസ്റ്റൻസർ. രണ്ടാമത്തത് പെർസ്യൂവർ, ഡിസ്റ്റൻസർ. ഈ 3 തരത്തിലാണ് പ്രധാനം. വേറെയും അതുപോലത്തെ നൃത്തങ്ങളെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. എന്നാലും പ്രധാനപ്പെട്ട 3 തരത്തില് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഈ പറഞ്ഞ 3 തരത്തിലുള്ള ഡാൻസും അനാരോഗ്യകരമാണ്, ആരോഗ്യകരമല്ല എന്നാണ് പറയാനുള്ളത്. അതായത് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ബന്ധത്തിലുള്ള ഈ നൃത്തം, അതായത് നാം അറിയാതെ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നൃത്തം, അതാണ് ദാമ്പത്യ ജീവിതം ഓരോരുത്തരുടെയും. അത് ആരോഗ്യകരമല്ല പരിപൂർണമായിട്ട്.
അനാരോഗ്യകരം തന്നെയാണ്. ഓ, ഇപ്പൊ ഇത്രയും പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള സൈക്കോളജിയാണ് ഞാൻ പറയുന്നത്, മനഃശാസ്ത്രമാണ് പറയുന്നത്. അതില് മനസ്സിലാക്കാൻ താൽക്കാലികം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താൽക്കാലികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കിയെടുക്കുക. പിന്നീട് നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. ഒരാള് പിന്തുടരൽ അകറ്റുകൾ, പെർസ്യൂവർ അല്ലെങ്കിൽ അതാണത്, അതിന്റെ മലയാളം എഴുതിയിരിക്കുകയാണ്, പെർസ്യൂവർ അതുപോലെ ഡിസ്റ്റൻസർ. ആദ്യം പറഞ്ഞ കാര്യം നേരത്തെ സ്ലൈഡില്, ഒരാൾ അടുപ്പവും ഊട്ടിയിറക്കലും ഇഷ്ടപ്പെടുന്നു, അതായത് അത് അത്യാവശ്യവും ഭാര്യയായിരിക്കും. ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ദമ്പതികളിലുള്ള ആദ്യം പറയുന്ന കാര്യമാണ് കോമൺ ആയിട്ടുള്ളത്, എല്ലാ ദമ്പതികളിലും കോമൺ ആയിട്ടുള്ളത്. ഇവരെയാണ് നമ്മൾ ഐഡിയലൊക്കെ ആയിട്ട് കാണുന്നത്. നല്ല ബന്ധം, അയ്യോ അവൾക്ക് എന്തൊരു സ്നേഹമാണ്, അവള് വളരെയധികം ഫീൽ ചെയ്യുന്നു, അവൾക്ക് ഭർത്താവിന്റെയും കുട്ടികളുടെ കാര്യം കഴിഞ്ഞ് മറ്റൊരു കാര്യമേ ഇല്ല, അവൾ അതിന് ചെറിയൊരു വിഷമം ഉണ്ടായാൽ, ഭർത്താവ് ഉണ്ടായാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല, അവൾ അതിനുവേണ്ടി പാടുപെടും, അത് പൂർത്തിയാക്കാതെ അവൾക്കൊരു ജീവിതമേ ഇല്ല. അതാണ് പിന്തുടരല്, പെർസ്യൂം, വൈകാരികമായി പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വൈകാരികമായ സ്ത്രീ, ഭാര്യ വൈകാരികമായി പിന്തുടരുന്നു പ്രശ്നങ്ങളോട്, കൂടുതൽ റിയാക്ട് ചെയ്യുന്നു, ഓവർ റിയാക്ട് ചെയ്യുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നു. അത് ഭർത്താവിനോട് അതേ രീതിയിൽ പറയുന്നു, വൈകാരികമായിട്ട് പറയുന്നു. അപ്പോ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്നിട്ടുള്ള കാര്യമാണ്. മെയിൻ ബ്രെഡ് വിന്നേഴ്സ് ഭർത്താക്കന്മാരാണ് പൊതുവെ. ഇപ്പൊ സ്ത്രീകളും ജോലിക്ക് പോകുന്നുണ്ട്, എങ്കിൽ കൂടിയിട്ടും ആ സ്ഥാനം, സ്ത്രീ പുറത്ത് ജോലി എങ്കിൽ തന്നെ പുരുഷൻ ആ സ്ഥാനം വിട്ടുകൊടുക്കാറില്ല. അപ്പോ രണ്ടും സ്ത്രീക്ക് ഇരട്ട ജോലിയായിട്ട് വരുന്നു. അപ്പോ ഈ പുരുഷൻ ആണ് എല്ലാ കാര്യങ്ങളും നയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു സമീപനം, ആ സമീപനവും ഓവർ റിയാക്ഷനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പിന്തുടരല് ഭർത്താവിനെ ചെയ്യുകയാണ് ഭാര്യ ചെയ്യുന്നത്. ആ സമയത്ത് ഇത് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ ഭാര്യ അകറ്റും, ഇത് ശരിയാവില്ല, കുറച്ച് അകലത്തെ നിൽക്കുള്ളൂ, അങ്ങനെ അങ്ങ് അടുപ്പിക്കൂല. അടുപ്പിച്ചു കഴിഞ്ഞാൽ കാര്യം കഷ്ടമാണ്, ഇത് പിന്നെ വീണ്ടും കൂടും. എത്രത്തോളം അന്നാണ് ധരിക്കുന്നത് ഭർത്താവ്. പക്ഷെ അതുകൊണ്ട് ഭർത്താവ് അകലുന്നു. അങ്ങനെ അകലുന്ന ഭർത്താവ് എത്രത്തോളം അകലുന്നോ അത്രത്തോളം വൈകാരികമായിട്ടും അതുപോലെ തന്നെ ഈ ഓവർ റിയാക്റ്റീവായിട്ടും ഭാര്യ ഭർത്താവിനോട് വീണ്ടും എടുക്കും. ഭർത്താവ് അകലും, ഭാര്യ എടുക്കും. അങ്ങനെയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോ ഭർത്താവിന്റെ എന്താ വെച്ചാല് ഒരു സ്വയംഭരണം വേണം, അല്പ സ്വാതന്ത്ര്യം വേണം, ഇത്തിരി സ്പേസ് വേണം. ഇത് മാത്രമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ ഓവർ റിയാക്റ്റീവ് കൂടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഭർത്താവ് അല്പം അകലും. അങ്ങനെയുള്ള ഇതാണ് ഈ ഡാൻസിലുള്ളതാണ് ബഹുഭൂരിപക്ഷം ദമ്പതികൾ. അതുകൊണ്ട് തന്നെ സമൂഹം ഇഷ്ടപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഡാൻസാണ്. നല്ല ദമ്പതികൾ എന്ന് പൊതുവെ ഇവരെ പറയുകയും ചെയ്യും. പക്ഷെ ഇതിലെ ദോഷം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് രണ്ടുപേരും വൈകാരിക തലത്തിലാണ്. അതായത് കുട്ടികളെ നിന്നൊക്കെ നോക്കിയതൊക്കെ പോരാ, അതുപോലെ തന്നെ വൈകാരികമായിട്ട് പ്രതികരിച്ച് പോരാ, ഓവർ റിയാക്ട് ചെയ്ത് പോരാ, രണ്ടുപേരും അതുപോലെ തന്നെയാണ്. അപ്പോ അവര് തമ്മിൽ പ്രശ്നങ്ങളായിരിക്കും, ബ്ലെയിമിങ് ആയിരിക്കും. ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തും, വഴക്കായിട്ട്
നിരന്തര സംഘർഷവും പിന്നീട് വീണ്ടും ഒരുമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നൃത്തമാണ്. ഇതൊരു ചാക്രിയമായിട്ട് ഈ നൃത്തങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്ന് ഒരു മോചനമില്ലാന്ന് ധരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ഒരുപാട് വാദിക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടാവും. പക്ഷെ വീണ്ടും ഒന്നിക്കും, വീണ്ടും അത് തന്നെ ആവർത്തിക്കും, അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ മൂന്നാമത്തത്, അതായത് രണ്ടുപേരും ഡിസ്റ്റൻസ്, അകറ്റൽ രണ്ടുപേരും ഡിസ്റ്റൻസ്. രണ്ടാമത്തത് പെർസ്യൂവർ. ഈ ഇവർക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യത്തില്, ആദ്യത്തെ കാര്യത്തില് വൈകാരികമായി ഭാര്യ വൈകാരികമായിട്ട് കൂടുതലുണ്ട്, ഭർത്താവിന് വൈകാരികത കുറയും. എങ്കിൽ കൂടിയിട്ട് ഭാര്യ എല്ലാ ഫീലിങ്ങും, ആദ്യത്തെ കാര്യം പറയുന്നത് കേട്ടോ, പിന്തുടരൽ അകറ്റൽ എന്നുള്ള പെർസ്യൂവർ ഡിസ്റ്റൻസ്, അതില് ഭാര്യ വൈകാരികമായിട്ട് കൂടുതൽ ഭർത്താവിന്റെ അടുത്ത് സമീപിക്കും, ഭർത്താവ് അകറ്റും. ഒരു ഭർത്താവ് വളരെ കൂളായിട്ടായിരിക്കുക. കാരണം ആ ഭാര്യയുടെ അതേ സമീപനത്തിൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റില്ല, കുടുംബത്തെ നയിക്കാൻ പറ്റില്ല. അപ്പോ ഈ വൈകാരികതയില് ആയിരിക്കില്ല ഭർത്താവ്. ആ വൈകാരികയിൽ നിന്ന് ഭാര്യയ്ക്ക് കാര്യം പെട്ടെന്ന് ചെയ്യണം. ഭർത്താവിനാണെങ്കിൽ അത്ര പെട്ടെന്ന് ചെയ്യാല്ല, ആലോചിച്ച് അവൻ അവിടെ ലോജിക്ക് കൊണ്ടുവരും, ഭർത്താവ് ലോജിക്ക് കൊണ്ടുവരും. ഭാര്യയ്ക്ക് ആ ലോജിക്കിലൊന്നും മനസ്സിലാവില്ല. അവര് കംപ്ലീറ്റ് വൈകാരിക തന്നെയാണ്. ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, പെർസ്യൂവർ ഡിസ്റ്റൻസിന്റെ കാര്യമാണ്. അപ്പോ ഈ കൂളായിട്ട് ഈ വേദാന്തം പറയും, അതുപോലെ യുക്തി പറയും, എന്നിട്ട് ഭാര്യനെ മാറ്റി കുറച്ചൊന്ന് അകറ്റും. അപ്പോ തണുത്തിരിക്കും, പക്ഷെ ഭാര്യ വളരെ ചൂടായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുണ്ടാവുക. ഇപ്പോ ഇതില് എന്താ സംഭവിക്കുന്നത്? എല്ലാ ഫീലിങ്ങും ഭാര്യ ഏറ്റെടുക്കുക ചെയ്യണം, എല്ലാ വൈകാരികതയും ഭാര്യ ഏറ്റെടുത്തു. ഭർത്താവിനെ വൈകാരികയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണം ഭാര്യ ചെയ്യേണ്ടത്. അങ്ങനെ ഭർത്താവിന്റെ വൈകാരികത മുഴുവൻ, ഫീലിംഗ് എല്ലാം ഭാര്യ ഏറ്റെടുക്കുമ്പോൾ ഭർത്താവിന് എപ്പോഴും കാര്യശേഷി കൂടുന്ന അവസ്ഥ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ വൈകാരികത ഏറ്റവും അധികം ഭർത്താവിന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഭാര്യ, അതായത് ഭാര്യയുടെ ലക്ഷ്യം ഭർത്താവിന്റെ ഈ വൈകാരികത ബാധിക്കരുത്, അങ്ങനെ ബാധിക്കാതെ ഭർത്താവിന് എപ്പോഴും തലയുയർത്തി നിൽക്കണം, അതുപോലെ കാര്യശേഷി ഉണ്ടാവണം, അങ്ങനെ കാര്യങ്ങൾ നടക്കണം. ഇതാണ് ഭാര്യയുടെ ചിന്ത. ഇതാണ് ഈ വൈകാരികത അല്ലെങ്കിൽ ഫീലിംഗ് മുഴുവനായിട്ട് ഭാര്യ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയില് ഭർത്താവ് ഇനി ഫീൽ ചെയ്യേണ്ടി വരുന്നില്ല. എന്ത് സംഭവിച്ചാലും അതിന്റെ ഫീലിംഗ് മുഴുവൻ ഭാര്യയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോ ഭർത്താവിന് ഫീൽ ചെയ്യേണ്ടി വരുന്നില്ല. ഭർത്താവ് കുറച്ച് തടുപ്പൻ രീതിയിൽ വന്നിട്ട് യുക്തിപരമായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റും. ഇതാണ് സാധാരണ ഇത്തരത്തിലുള്ള ദമ്പതികളെ നമ്മളെല്ലാവരും വളരെ നല്ല ദമ്പതികൾ എന്നാണ് പറയാം. ആദ്യത്തെ കേസിന് വളരെ നല്ല ദമ്പതികളോ, അവര് തമ്മിലുള്ള അടുപ്പം അത്ര വളരെ നല്ല. പക്ഷെ ഇതിലും ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളെ കുറിച്ച് പിന്നീട് പറയാൻ ഞാൻ പറഞ്ഞു. ഭർത്താവ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വയംഭരണം, എനിക്ക് കുറച്ച് എന്റേതായുള്ള ഒരു ഇത് വേണം, സ്വാതന്ത്ര്യം വേണം, എപ്പോഴും എന്നെ അങ്ങനെ ശല്യപ്പെടുത്തില്ല നീ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പേസ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അകറ്റുന്നത്. അപ്പോ സംഭവിക്കുന്നത് എന്തുണ്ടെങ്കിൽ എല്ലാ ഫീലിങ്ങും ഭാര്യ ഏറ്റെടുക്കുകയാണ്. ഭർത്താവിന്റെ ഫീൽ ചെയ്യുന്ന എല്ലാ അവസരത്തിലും ആ ഫീലിങ്ങും ഭാര്യ ഏറ്റെടുത്തിട്ട് ആ രീതിയിൽ പോകുമ്പോൾ ഭാര്യയുടെ സംസാരവും പ്രവർത്തനവും ഒക്കെ ബുദ്ധി കുറഞ്ഞതായിട്ട് സ്ത്രീകരിക്കും. അതായത് പൊതുവെ ബുദ്ധി കുറഞ്ഞവരാണ് സ്ത്രീകൾ എന്നതിൽ രീതിയിൽ ആ ചിന്താഗതി വരാനുള്ള വിഷയം ഈ ഒരു ഇത് ഡാൻസ് ഉള്ളതാണ്. ഞാനിപ്പോ അത്രയും പറഞ്ഞിരിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ വിഷയം എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ഇതിന് വനിതാ ദിനത്തില് ഒരു സംസാരം, സെമിനാറിൽ അതിന്റെ ഇതിലൊരു സംസാരം ഉണ്ടായി.
സ്ത്രീ പുരുഷ വ്യത്യാസത്തില് ഈ സ്ത്രീ പുരുഷ വ്യത്യാസത്തിലേക്ക് സംസാരം വന്നപ്പോ ദാമ്പത്യ ബന്ധത്തില് കുടുംബ ബന്ധത്തിലാണ് ഏറ്റവും അധികം പ്രാധാന്യം വരുന്നത്. അപ്പൊ അതിൽ എന്താണ് സംഭവിക്കുന്നത്? അതില് സ്ത്രീക്ക് ഒരു താഴ്ന്ന സ്ഥാനം അല്ലെങ്കിൽ ഒരു പുരുഷന് ഉയർന്ന സ്ഥാനം അങ്ങനെ ഉണ്ട് എന്നുള്ളതാണല്ലോ ഇതിന് എതിർവാദമുള്ളത്. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ എന്നുള്ളത് ഫെമിനിസത്തിനൊക്കെ എതിർവാദം അതാണല്ലോ. പക്ഷെ സ്ത്രീക്ക് ഈ ബുദ്ധി കുറവ്, അതുപോലെ ഈ കാര്യങ്ങൾ വൈകാരികത കൂടുതൽ, ഓവർ റിയാക്റ്റീവ്, ഈ സ്വഭാവങ്ങള് ആണ് ഇവിടെ കാണുന്നത് അല്ലെ. ഈ ഏറ്റവും കോമൺ ആയിട്ടുള്ള ദമ്പതി നൃത്തം ഇതാണ്, പെർസ്യൂവർ ഡിസ്റ്റൻസർ അല്ലെങ്കിൽ പിന്തുടരൽ അകറ്റൽ. ഈ നൃത്തം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണ് ബഹുഭൂരിപക്ഷം ദമ്പതികളിലും സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് ചെയ്യൂ. മനസ്സിലായി സാർ, ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? എങ്കില് സാഹു സാറ് പറയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്? എന്താണ് ഇതിന്റെ റീസൺ? ബേസിക് റീസൺ എന്താണ്? ഒരു ദമ്പതി നമുക്കറിയാം, വിവാഹം കഴിക്കുന്നു, ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, ദാമ്പത്യ ബന്ധം തുടങ്ങുന്നു. ആ ദാമ്പത്യ ബന്ധത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്, ഈ പെർസ്യൂവർ ഡിസ്റ്റൻസർ അല്ലെ. അതാണ് ഞാൻ പറഞ്ഞോട്ടെ. അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ തുടരാണ്. ഒരു തരത്തിലുള്ള ദമ്പതികളിൽ ഈ പെർസ്യൂവർ ഡിസ്റ്റൻസർ ആണ്, മറ്റാള് പെർസ്യൂവർ ആണ്, രണ്ടാമത്തെ ആള് ഡിസ്റ്റൻസർ ആണ്. വേറെ ഉണ്ട്, തൽക്കാലം 3ലേക്ക് നമുക്ക് ഒതുക്കാം. ഇതാണെന്ന് ഞാൻ പറയുന്നു. മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് പെർസ്യൂവർ ഡിസ്റ്റൻസർ ആണ്. അതിനെ നമ്മളെല്ലാവരും അതിനെ ശരിയെന്ന് പറയും, നല്ലതാണെന്ന് പറയും, അവർ തമ്മിൽ നല്ല ബന്ധമാണ്, നല്ല ദമ്പതികളാണെന്നൊക്കെ പറയും. പക്ഷെ അവർ തമ്മിലും പ്രശ്നമുണ്ട്, അതല്ല പരിപൂർണ ശരി എന്ന് പറയുന്നു. പക്ഷെ ഞാൻ കുറെ വിശദീകരിച്ചു. ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ പെർസ്യൂവർ ഡിസ്റ്റൻസറിനെ കുറിച്ചാണ്. അതായത് വൈകാരികമായിട്ട് കൂടുതൽ ഓവർ റിയാക്ട് ആയിട്ടുള്ള ഒരു ഭാര്യ, അതുപോലെ തന്നെ ആ ഭാര്യയെ അകറ്റുന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് അകറ്റുന്ന ഭർത്താവ്, സ്വയംഭരണത്തിലും അതുപോലെ യുക്തിയൊക്കെ പറഞ്ഞിട്ട് അകറ്റുന്ന ഭർത്താവ്. ഇതാണ് കാര്യം. അപ്പൊ ഇതിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാമോ? സാർ, അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പരസ്പരം അറിയുന്നില്ല എന്നുള്ളതാണ്, വേണ്ട രീതിയിൽ അറിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും വ്യക്തിപരമായിട്ടുള്ള തലത്തിലേക്ക് മാറും. ഒരു കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനോ ഇങ്ങനെയുള്ള സാധ്യതകളില്ലാതെ ഞാനെന്ന വ്യക്തിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുമ്പോൾ ഞാൻ എന്നുള്ളതിന് പകരം നമ്മൾ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തിരിച്ചറിവിന്റെ കുറവ് സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത. സർവരുടെ മാനസികമായുള്ള തിരിച്ചറിവിന് കഴിയാത്തതുകൊണ്ട് അതാണ് അൺഅവെയറായിട്ട് ഇത് സംഭവിക്കുകയാണ്. അണ്ണവേറല്ല സാറേ, അറിഞ്ഞു തന്നെയാണ്. പക്ഷെ ആ പൊരുത്തപ്പെടൽ അല്ല സാർ, ഇത് അൺഅവെയറാ. ഞാൻ പറയുന്ന കാര്യം അൺഅവെയറായിട്ടാണ് സംഭവിക്കുന്നത്. അറിയാതെയാണ് നമ്മൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺഅവെയർ പ്രോസസ്സാണ് ഈ 3 കാര്യം. നമ്മള് രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അറിയാതെ ഇത് മുന്നോട്ട് പോകുന്നത്. ഈ അമിതമായിട്ടുള്ള വൈകാരിക പ്രതികരണം, വൈകാരികത ഭാര്യയ്ക്കുണ്ട്. അത് പൊതുവെ നമ്മൾ കാണുന്നതാണ്. സ്ത്രീക്കുണ്ട് അല്ലെ. ഭാര്യ എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ, ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓവർ റിയാക്റ്റീവ്, കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ഭാര്യ. ഇതൊക്കെയാണ് ഈ പെർസ്യൂവ് എന്ന് പറയുന്നത്, വൈകാരികമായി പിന്തുടരുക എന്ന് പറയുന്നത് അതാണ്. അപ്പോ ചെയ്തത് പോരാ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ചിന്താഗതി ഭാര്യയ്ക്ക്. എന്നാൽ ഭർത്താവ് അങ്ങനെയല്ലേ? ഭർത്താവ് ആ രീതിയിലല്ല. ഭർത്താവിന് ഈ രീതി ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ഭർത്താക്കന്മാരാണ് എല്ലാ ഭർത്താക്കന്മാരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വൈകാരികമായിട്ട് ഭാര്യ പിന്തുടരുമ്പോ ഭർത്താവ് ഭാര്യയെ അകറ്റുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം ഈ രീതി ഇഷ്ടപ്പെടുന്നില്ല. അത് യുക്തി പറഞ്ഞിട്ടും, അതുപോലെ എനിക്ക് സ്വയംഭരണം വേണം എന്ന് പറഞ്ഞിട്ട്, സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യനെ കുറച്ചൊന്ന് അകറ്റി നിർത്തിയിട്ട്, ഇപ്പൊ ബുദ്ധിക്കുറവിന്റെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ രീതി ബുദ്ധിക്കുറവില്ല, ബുദ്ധി ഉള്ളെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത് എന്നാണ് ഭർത്താവ് പറയുന്നത്. ചെയ്യേണ്ട രീതി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയാണ് സംഭവിച്ചത്. അതാണ് ഈ എന്തുകൊണ്ട് അപ്പൊ എന്താണ് സാറിന് ഒന്നുകൂടി പറയാനുണ്ടോ? ഞാൻ കുറച്ച് അതിനെ വിശദീകരിച്ചേ. ഇതറിയാതെ സംഭവിക്കുന്നത്. പറയൂ.
അത് ഈഗോ കൊണ്ടാണോ അങ്ങനെ പറ്റണത്? ഈഗോ കൊണ്ടാണോ അല്ലെ? ഓക്കെ, ഈഗോ കൊണ്ടാണോ? ആരാ പറഞ്ഞത്? ബീനയാണ് സർ. ബീന മേഡം, ഇത് ഈഗോ എന്നൊക്കെ പറയുമ്പോ കുറ്റപ്പെടുത്തല് ഇത് 3 ഉണ്ട് കേട്ടോ ഇതില്. ആദ്യത്തെ കാര്യത്തില് ഈഗോ ഒന്നും ഇല്ലാത്ത ഭാര്യയും ഭർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദമ്പതിയുടെ കാര്യമാണ് ആദ്യത്തെ കാര്യം. അവര് പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് മാതൃകാ ദമ്പതികൾ എന്നൊക്കെ അവർ പറയാം. അങ്ങനത്തെ കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ അതും ശരിയല്ല എന്ന് തെറാപ്പി പറയുന്നു, സൈക്കോളജി പറയുന്നു. അതിന്റെ കാരണം പിന്നീട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ കാര്യമാണ്. അതിൽ ഈഗോയുടെ കളിയൊന്നും ആദ്യത്തേതിലില്ല. മൂന്നാമത്തേൽ ഈഗോ നന്നായിട്ട് വരും. ഡിസ്റ്റൻസ് ചെയ്യുന്നേ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ, രണ്ടാമത്തേലും ഈഗോ വരും. ശരി സർ, അത് ആദ്യത്തെ ഡിസ്ക്ലോസ് ചെയ്യുമ്പോ മനസ്സിലാക്കാം. ഏഹ് സാർ ഡിസ്ക്ലോസ് ചെയ്യുമ്പോ മനസ്സിലാക്കാം. എനിക്ക് അത് ഞാൻ ഇത് ഡിസ്കഷൻ വഴി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യപ്രകൃതത്തിന്റെ പ്രവർത്തനം ഇഷ്ടപ്പെടുന്നില്ല. മാറ്റം, ചേഞ്ച് എപ്പോഴും ഒരേ രീതിയിലുള്ള പെരുമാറ്റം മടുപ്പുണ്ടാക്കും. എപ്പോഴും ഇങ്ങനെ എടുക്കാൻ ആരാ പറയുന്നത്? രാജു ഫിലിപ്പ്. ഒരു മനുഷ്യന് ചേഞ്ച് ആവശ്യമാണ്. എപ്പോഴും ഒരേ രീതിയിലുള്ള പെരുമാറ്റം മടുപ്പ് ഉണ്ടാകും. എപ്പോഴും നമ്മളിലേക്ക് എപ്പോഴും പറയുന്ന അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അല്പം ഡിസ്റ്റൻസ് വേണം തോന്നുന്നു. ചേഞ്ച് എന്ന് പറയുന്ന ഒരു മനുഷ്യ പ്രകൃതത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ആദ്യത്തെ ഈ പെർസ്യൂർ അകറ്റൽ ചേഞ്ച് വേണം. അതുകൊണ്ട് ആണോ ഇത് നൃത്തമാണ്. ഇതൊരു കണ്ടിന്യൂസ് ഉള്ള ജീവിതം മുഴുവൻ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഭാര്യനെ ഒരു പടി താഴെ വെച്ചിട്ട്, അല്ലേ? ഞാനതല്ലേ ഒക്കെ അല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ, ഭാര്യക്ക് ഭാര്യയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നില്ല എന്നാണ് ഭാര്യയുടെ പരാതി. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു പോരാ. ഭാര്യ കുട്ടികൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയിട്ടും ഫീൽ ചെയ്യുകയാണ്. ഈ ഫീൽ ചെയ്യുന്നത് ഭർത്താവിന് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ഫീൽ ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. ഭർത്താവിനെ ഫീൽ ചെയ്യാതെ എപ്പോഴും തലയോർത്തി നിൽക്കണം എന്റെ ഭർത്താവ്. അതുപോലെ എപ്പോഴും കാര്യശേഷിയുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ള ഭർത്താവിന്റെ ഫീലിംഗ് കൂടി ഭാര്യ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേ അവസ്ഥയിലും ഭർത്താവ് ഭാര്യനെ അകറ്റാണ് ചെയ്യുന്നത്. ഭാര്യ പറയുന്നത് നിനക്ക് ബുദ്ധി കുറവാണ്, അല്ലെങ്കിൽ നിന്റെ ഈ നിലപാട് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഇപ്പൊ എന്നോട് ഈ പറയുന്ന പോലെ എനിക്ക് സമൂഹത്തിന്റെ ഞാനാണ് ഈ സമൂഹത്തില് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ ഇതുപോലെയുള്ള നിലപാട് നിനക്ക് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത് അകറ്റലാണ്. അപ്പൊ പിന്നെ പറയൂ. എന്താ പറയാ സാറേ, ഇങ്ങനെ സാറ് പറഞ്ഞാല് എനിക്കൊരു കാര്യം പറയാനുള്ളത്. കാരണം നമ്മളിപ്പം ദാമ്പത്യം എന്ന് പറയുമ്പോ 2 വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീയും പുരുഷനും, അല്ലെ, ഭാര്യയും ഭർത്താവും. അപ്പം സാധാരണ ഇപ്പം അതിപ്പോ ഏത് കാറ്റഗറൈസ് ചെയ്യുമ്പോ ഏത് നമുക്കറിയില്ല. ഇപ്പൊ ഒരു സാധാരണ കുടുംബത്തിലുള്ള ഒരു പുരുഷനാന്ന് വിചാരിച്ച കല്യാണം കഴിക്കുന്നത്. അപ്പൊ അവൻ കാണുന്നത് അവന്റെ അമ്മ വളരെ ഭവ്യതയോട് കൂടിയിട്ട് അച്ഛനോട് പെരുമാറുന്നു, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവനുള്ളത്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയും വേറൊരു തലത്തിലാണ്. കാരണം അച്ഛന് പിന്നെ പിറന്നാള് വരുമ്പോ അമ്മ അവരറിയാതെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നു, അമ്മ അതുപോലെ പരസ്പരം അങ്ങനെയുള്ള സംവിധാനത്തിലാണ്. അപ്പം മോള് കല്യാണം കഴിഞ്ഞ് പോയാൽ അവളെ ആഗ്രഹിക്കുന്ന എന്താ, എന്റെ ഭർത്താവിന്റെ ഇങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് എനിക്ക് കിട്ടണം. അപ്പൊ ഇയാൾ അതിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. കാരണം അവൻ പഠിച്ച് കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും സാധാരണ അച്ഛനെ ബഹുമാനിക്കുന്ന ഒരു അമ്മയായിട്ട് അങ്ങനെയുള്ള കേസിൽ ഇങ്ങനെ വരാറുണ്ട് സാർ. അതെ മാം, ഒരു കാര്യം ചോദിട്ടെ മാം. എന്റെ ചോദ്യത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം ഇങ്ങനെയല്ല വരുന്നത് മാം. ഞാൻ മാം തന്നെ പറയൂ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ഞാൻ പറയട്ടെ മാം. ഇത് പൊതുവെ ഉള്ള ദമ്പതികൾ ഇങ്ങനെയാണ്. പൊതുവെ ഉള്ള എല്ലാ ദമ്പതിമാരും മാമിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. ഭാര്യയാണല്ലോ, മാമിന്റെ ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്. ഓക്കെ,
മാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ആയിരുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെ അല്ലേ? ആണ്. അതായത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മാം നിലനിൽക്കുന്നത്. അതായത് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് മാം നിലനിൽക്കുന്നത്. മാം വീട്ടിന്റെ അകത്ത് നിന്ന് പോകുകയാണ്. അതായത് ഇന്ന രീതിയിൽ ചെയ്യണം. സാറേ ആ. പിന്നെ ഇപ്പം മാഡം പറഞ്ഞല്ലോ, അത് സത്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സമുദായത്തിൽ ഇപ്പൊ എന്റെയൊക്കെ പിന്നെ എന്റെ വൈഫൊക്കെ വേറെ ആരെങ്കിലും നമ്മുടെ ആളുകളൊക്കെ വന്നാൽ ഇപ്പുറത്തെ സോഫയിൽ ഞാൻ ഇരിക്കുന്ന കസേരയിൽ സോഫയിലിരുന്ന് അപ്പുറത്തിരിക്കുന്നവരടുത്ത് സംസാരിക്കും. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ അവിടെ ആരെങ്കിലും ഇങ്ങനെ അന്യവരൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി സോഫയിൽ എൻ്റെ ഫാദറിന്റെ കൂടെ ഇരിക്കത്തില്ല, പിറകെ നിൽക്കത്തേ ഉള്ളൂ, നിന്നിട്ടേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ആ കൾച്ചർ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന വീട്ടിൽ അവിടെ ചെല്ലുമ്പം എന്തുവാ മോളെ നീ ഇങ്ങനെ അവരുടെ കൂടെ ഒക്കെ കയറിയിരിക്കുന്ന അവർ വരുമ്പം എന്നൊക്കെ പറയും. അപ്പൊ ആ കൾച്ചർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഇതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അത് എല്ലാ വിധത്തിലും. ഇപ്പം മാഡം പറഞ്ഞത് വളരെ കറക്റ്റാ. മറ്റവര് സാധാരണ ഒരു ചോദ്യം, കൾച്ചർ ഡിഫറൻസ് ആണ്, അതിന് വേറെ എന്തെങ്കിലും പറയാമോ? രണ്ടുപേരും പറയുന്നത് ഏകദേശം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രത്നാവതി മാമിന്റെ അടുത്ത് തന്നെ കൂടുതൽ സംസാരിച്ചത്. പറയുന്നത് ഏകദേശം ശരിയാണ്. പക്ഷെ കൾച്ചറൽ ഡിഫറൻസ് ആണോ സാർ? വേറെ എന്തൊക്കെയാണത്? സാർ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല എന്താ പറയേണ്ടത്, ലൈഫിൽ നമ്മളെല്ലാം ഒരേപോലെ ഒരേ ചിന്താഗതിയും അതുപോലെ അങ്ങനെ ആയി തീർന്നാണ്. കാരണം സംഗതികളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ടുപേരും ഒരേപോലെ പോകുന്നത് സാറേ. അതുകൊണ്ട് എനിക്ക് സാർ പറയുന്നതിനോട് ഇങ്ങനെയുള്ളതുണ്ട്. മാമും മാമിന്റെ ഭർത്താവും നല്ല ദമ്പതികളാണ്. പക്ഷെ മാമിന്റെ ജീവിതം ഇങ്ങനെയല്ലേ? മാം ഏറ്റവും അധികം കുടുംബത്തിന് വേണ്ടിയിട്ട്, കുടുംബം എന്ന സംവിധാനത്തിന് ഏറ്റവും അധികം വിലമതിക്കുന്ന മാമാണ്. പക്ഷെ അത്രത്തോളം വില ഭർത്താവ് കൊടുക്കുന്നില്ല. എല്ലാ കൊടുക്കുന്നുണ്ട് സാറേ. ഉണ്ടോ? എനിക്കധികം സംഗതി എവിടെയെല്ലാം ഇതായിട്ട് പോകേണ്ടി വരും, സംഘടന ഇതെല്ലായിട്ട്. അപ്പം ആക്ച്വലി മക്കളിപ്പോ ഇവിടെ രണ്ടുപേരും ഉണ്ടാവാറില്ല, മോന് ചിലപ്പോ ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം എന്താ പറയണ്ടേ, നമ്മളിപ്പം ഹസ്ബൻഡിന് പോകണമെങ്കിൽ ഹസ്ബൻഡിന് പോകണം, എനിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു ഇത് ഇവിടെ ഈ വീട്ടിലില്ല. എല്ലാത്തിനും ഫ്രീഡം അനുവാദം എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക്. പക്ഷെ സാറ് പറഞ്ഞ പോലെ ചില കേസ് അങ്ങനെ ഉണ്ട്, വ്യത്യാസങ്ങളില്ല. എന്നാലും വ്യത്യാസങ്ങളുണ്ട് സാറേ. ചില രണ്ടുപേരും തമ്മിൽ ഭർത്താവിന്റെ പ്രവർത്തനങ്ങളും ഭാര്യയുടെ കുടുംബത്തിന്റെ അകത്തുള്ള പ്രവർത്തനങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓക്കെയാണ്. അതല്ല സാറേ, ചില വീടുകളിൽ സാറ് പറയുന്ന പോലെ എവിടെയെങ്കിലും പോകുമ്പം എന്റെ അനുമതി ഇല്ലാതെ പോണ്ടെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ചാല് ഒരാൾക്ക് മാത്രം പെർമിഷൻ എടുക്കേണ്ടത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്റെ ചോദ്യം ഇങ്ങനെയാ വരുന്നത്. അതായത് ഈ വൈകാരികമായിട്ട് നമ്മൾ ഇപ്പൊ മാമിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഓർത്തു നോക്കും. ചില സംഭവങ്ങൾ ഉണ്ടായി കാണാം. വളരെ കുടുംബത്തെ വളരെയധികം വിഷമിപ്പിച്ച ചില സംഭവം ഉണ്ടായി കാണും. ആ സംഭവം ഉണ്ടായ സമയത്ത് മാമിന്റെ പ്രതികരണം, ഭാര്യ എന്നുള്ള തരത്തിലുള്ള മാമിന്റെ പ്രതികരണം, അതുപോലെ ഭർത്താവിന്റെ പ്രതികരണം തമ്മിൽ വ്യത്യസ്തതയുണ്ട്. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. മാം കൂടുതൽ വൈകാരികതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ റിയാക്റ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഭർത്താവ് എന്നാൽ അത്ര ഉണ്ടായിരിക്കില്ല. ആ സമയത്ത് ഭർത്താവ് നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മാം പറഞ്ഞ പോലെ ആയിരിക്കില്ല ഭർത്താവ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഭർത്താവാണിക്കും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക എന്ത് ചെയ്യണമെന്ന്. അങ്ങനെയാണ് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇല്ലാതിരിക്കാൻ കാരണം എന്താ സാറേ? കുമാരേട്ടൻ ഒരു ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും ഇങ്ങനെയാണ്. അതെ അതെ, സാറ് പറയുന്ന പോലെയാണ്. പക്ഷെ ഹസ്ബൻഡ് ഇവിടെ ആയിരുന്നില്ല, ഞാൻ ഇവിടെ ജില്ലയിലായിരുന്നു ജോലി, ജില്ലയിൽ അധികം. ഹസ്ബൻഡ് കണ്ണൂർ ജില്ലയിലായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു എല്ലാറ്റിനും ഉണ്ടല്ലോ സാർ, എല്ലാം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി പറയും. പിന്നെ അത്രമേലും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് സാർ. അതുകൊണ്ട് സാറ് പറയുന്ന പോലെ ചില കേസ് അങ്ങനെ ഉണ്ട്. പുരുഷാധികാരം അങ്ങനെ ഇല്ല സാർ എല്ലാ വീട്ടിലും.
കാരണം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എല്ലാരും അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവരല്ല ഇപ്പൊ. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ മാം. ഇത് സെൻസിറ്റീവ് ആയുള്ള ചോദ്യമാണ്, എങ്കിലും ഞാൻ ചോദിക്കാം. കാരണം നമ്മുടെ സബ്ജക്ട് ഇതാണല്ലോ, നമ്മുടെ ടോപ്പിക് ഇതാണല്ലോ. അപ്പൊ നമ്മൾ പക്ഷേ ദാമ്പത്യ രംഗത്ത് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം. ചോദിക്കട്ടെ, ഭർത്താവ് കുറച്ചെങ്കിലും മാറണം. ഇപ്പോഴും ദാമ്പത്യ ഇത്ര കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി, കുറച്ചെങ്കിലും മാറണം, കുറച്ചുകൂടി മാം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറണം എന്ന് മാം ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള ഇതില്ല, അവിടെ സ്പേസ് ഇല്ല സാറേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നോണ്ട് സോറി. കാരണം എന്താ പറഞ്ഞാല് അത്രയ്ക്ക് നല്ല എന്താ പറയണ അണ്ടർസ്റ്റാൻഡിങ് ആണ് സാറേ. തിരിച്ചു ചിന്തിക്കുന്നുണ്ടോ ഭർത്താവ്? ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോ നേരത്തെ ഒപ്പം സംസാരിച്ചല്ലോ അല്ലേ? അതായത് വേറൊരാളെ സംസാരിച്ചല്ലോ, അതാരായിരുന്നു? ഈ വിഷയത്തിൽ കൂടെ ഒരാൾ കൂടി സംസാരിച്ചല്ലോ, ഞാൻ പേര് വിട്ടുപോയി. ബീനയാണോ? ബീനയല്ല, ഇപ്പൊ തന്നെ സംസാരിച്ചു രാജു സാർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. രാജു സാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ് പറഞ്ഞു സാറിന്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ദമ്പതികളുടെ അച്ഛൻ അമ്മ, ആ ഒരു സംസ്കാരം, അസാംസ്കാരികമായിട്ടുള്ള അത് അനുകരണം അല്ലെ? അപ്പൊ ഭർത്താവ് ഇരിക്കുന്നിടത്ത് ഭാര്യ ഇരിക്കില്ല, ഭർത്താവിന് ഒരു പടി ഉയർന്ന ഒരു സ്ഥാനം കൊടുത്തിട്ട് ആ രീതിയിൽ അതെ, ഇതാണ് സത്യം. ഈ പറഞ്ഞതാണ് സത്യം. കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ എന്തൊക്കെ ഈക്വാളിറ്റി ഒക്കെ പറഞ്ഞാലും ഇപ്പം ആണുങ്ങളേറെ പാന്റും ഷർട്ടും ഇട്ട് ആരെങ്കിലും കൂട്ടുകാർ വന്ന പാന്റും ഷർട്ടും എടുത്തിട്ട് ഞാൻ പോവാന്ന് പറയും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും പോകാനൊക്കത്തില്ല. എന്റെ കൂട്ടുകാർ വന്ന് വിളിച്ചെന്നും പറഞ്ഞു, കാരണം അവിടെ കുഞ്ഞു കാണും, അത് കാണും, ഇത് കാണും, അടുക്കള അടയ്ക്കണം, ഗ്യാസ് കുറ്റി അടയ്ക്കണം, ഇതൊക്കെ ഉണ്ട്. അല്ല ഈക്വൽ ഒന്നും അല്ല, ചുമ്മാ വെളിയിൽ ഇങ്ങനെ പറയാൻ ഒരിടത്തും അത് നടക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യമാണ്. അതങ്ങനെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. എനിക്ക് കിട്ടിയ ഉത്തരം കിട്ടി. ഇതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഈ ജെൻഡർ മാനേജ്മെന്റ് എന്നതിന് പറയാം, സെക്സ് റോൾസ് എന്ന് പറയാം, ഇത് രണ്ടും തന്നെയാണ് കാര്യം. നമുക്ക് ഒരു പുരുഷനായാൽ ഇന്നത് ചെയ്യണം, സ്ത്രീ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. സെക്സ് റോൾസ് നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് സമൂഹം, അതിനനുസരിച്ചാണ് ദമ്പതികൾ പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അത് തന്നെയാണ് ശരി. അത് കുറച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ സംതൃപ്തരല്ല, ദമ്പതികൾ ആരും ഇതിൽ സംതൃപ്തരും അല്ല. പരസ്പരം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചെങ്കിലും അടുപ്പം കൂട്ടണം. ശരിപ്പോ സത്യസന്ധമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഓരോ ദമ്പതിമാരും തങ്ങളുടെ പങ്കാളികൾ കുറച്ചെങ്കിലും തങ്ങൾക്ക് കുറച്ചുകൂടി അടുക്കണം, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ മാറണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അതാണ് സത്യം. ആധുനിക തലമുറ അങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മൾ മുതിർന്ന തലമുറ പറയുന്നതായ പല കെട്ടുപാടുകളുണ്ടായിരുന്നുകൊണ്ട് ആഗ്രഹിക്കാൻ പ്രയാസം. അതേസമയം ഇപ്പോഴത്തെ തലമുറ ആഗ്രഹിക്കുന്നു, അതേപോലെ പ്രവർത്തിക്കുന്നുണ്ട്, പറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ മനസ്സിന്റെ അകത്ത കാര്യമാണ്, പുറമേക്ക് പറയുന്ന കാര്യമല്ല. ഇതിപ്പോ മനസ്സിന്റെ അകത്ത് ഇപ്പൊ 30, 40, 50 ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുള്ള നമ്മളൊക്കെ കൊല്ലം അല്ലെ 25, 30 ദാമ്പത്യ ജീവിതം നയിച്ചിട്ടുള്ള നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ പങ്കാളിയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് മാറിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഇതാ ഈ നിമിഷം പോലും ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുപോലെ എൻ്റെ ഭാര്യ അതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ സത്യം, ഞങ്ങളുടെ ദാമ്പത്യത്തിലെ സത്യം. അങ്ങനെ മാറണം, ഭാര്യ അല്പമൊന്ന് മാറിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലാവണം, അല്ലെങ്കിൽ ഭർത്താവ് അല്പമൊന്ന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിയിട്ട് ആകണം എന്ന് ചിന്തിക്കാത്ത ഒരു ദമ്പതികളും ഇല്ല.
പക്ഷേ വിജയരാം സാറ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഞാൻ ഓക്കെ എന്റെ കാര്യത്തിൽ പറയുന്ന ബാക്കിയുള്ളവർക്ക് അറിഞ്ഞൂടെ. അവരൊരു അല്പം കൂടെ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ഇത്ര ക്രിറ്റിസിസം എനിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയും ഞാൻ, ഇങ്ങനെ ആയിരുന്നല്ലോ അതിന്റെ ശരി, അതെന്താ നീ ചിന്തിക്കാതെ പോയത്. ഇവിടെ രണ്ടുപേരുടെയും ചിന്ത ഒരേ സ്റ്റൈലിലേക്ക് പോകുന്നുവെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. വ്യത്യസ്തമായ ഒരു ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. ചിലർ പ്രകടിപ്പിക്കും, ചിലർ പ്രകടിപ്പിക്കില്ല, അത് മാറ്റിവെക്കും. അത്ര വ്യത്യാസം. ഈ നേരത്തെ പറഞ്ഞ ഈ ആദ്യത്തെ കേസിൽ അവർ പ്രകടിപ്പിക്കുന്നില്ല, എങ്കിലും അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവര് വളരെയധികം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും അധികം ദമ്പതികൾ ഇങ്ങനെയാണ് അകറ്റലുള്ളതാണ് നിൽക്കുന്നത്. ഇതിനുള്ള കാരണം ജെൻഡർ മാനേജ്മെന്റും സെക്സ് റോൾസും ആണ്. പുരുഷൻ ബ്രെഡ് വിന്നർ ആയിരിക്കണം, അല്ലെ പുറത്തു പോയിട്ട് ജോലി എടുത്തിട്ട് ഭാര്യയെ പുലർത്തണം, അല്ലെ? അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അതാണ് ജെൻഡർ മാനേജ്മെന്റ് പറയുന്ന കാര്യം. അതുപോലെ സെക്സ് റോൾ എന്ന് പറയുന്ന കാര്യം, സ്ത്രീക്ക് സ്ത്രീ പ്രസവിക്കേണ്ടതാണ്, കുട്ടികളെ വളർത്തേണ്ടതാണ്. അപ്പൊ ഉത്തരവാദിത്വം കൂടുതൽ അങ്ങോട്ട് അങ്ങനെ പോകുന്ന ഒരു സെക്സ് റോള്. പിന്നെ ജെൻഡർ ആണായിട്ട് കാണണം ഭർത്താവിനെ, അപ്പോഴാണ് ഭാര്യയ്ക്ക് ഒരു അഭിമാനം വരുന്നത്. അങ്ങനെ കുടുംബ തീരുമാനത്തിന്റെ കാര്യം വരികയാണെങ്കിൽ അത് തന്നെ വരും. പുരുഷൻ നയിക്കണം, തീരുമാനം എടുക്കേണ്ടത് പുരുഷനാണ്. ഇതൊക്കെ ജെൻഡർ മാനേജ്മെന്റ് സെക്സ് റോൾ എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതില് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റോൾ വരുന്ന സമയത്ത്, ഇങ്ങനൊരു ജെൻഡർ മാനേജ്മെന്റ് വരുന്ന സമയത്ത് അതില് പരിപൂർണമായിട്ടുള്ള ഐക്യം വരുന്നില്ല. ആശയവിനിമയം പെർഫെക്റ്റ് ആകില്ല, ഇന്റിമസി ഒട്ടും ഉണ്ടാവില്ല, പരസ്പരമുള്ള ഇന്റിമസി ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പരസ്പരം കുറ്റപ്പെടുത്താനുള്ള, കുറച്ചൊന്ന് മാറാൻ പരസ്പരം ആഗ്രഹിക്കുന്നു, ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അപ്പോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ആരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ. ഇതില് സാധാരണഗതിയിൽ ആദ്യത്തെ ഈ പിന്തുടരല് പെർസ്യൂവല് സ്ത്രീകൾ തന്നെ ആയിരിക്കും. എല്ലായിടത്തും പെർസ്യൂ ചെയ്യുന്നത്, പിന്തുടരുന്നത് സ്ത്രീ തന്നെ ആയിരിക്കും. രണ്ടാമത്തത്, അതായത് അകറ്റുന്നത് പുരുഷനുമായിരിക്കും. അപ്പൊ ഇതില് പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശാന്തമാണ്, എല്ലാം ഒരു കുഴപ്പമില്ല, സമുദ്രം ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തുഴയാൻ സുഖമാണ്, വഞ്ചി തുഴയാൻ, അതായത് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്, വളരെ കുഴപ്പം. ഈ ദമ്പതികൾക്ക് ആദ്യം പറഞ്ഞ പിന്തുടരൽ, അകറ്റൽ, അല്ലെങ്കിൽ പെർസ്യൂവർ, അല്ലെങ്കിൽ ഡിസ്റ്റൻസർ എന്നുള്ള ദമ്പതികൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. സമൂഹം മുഴുവൻ അവരെ പ്രകീർത്തിക്കും. അവര് മാതൃകാ ദമ്പതികളാണെന്ന് പറയും. അതായത് അവളുടെ കാര്യം പറയണ്ട, അവള് സ്പോണ്ടേനിയസ് ആണ്, ലിവ്ലി ആണ്, അവള് ഇമോഷണലി റെസ്പോൺസീവ് ആണ്. മലയാളത്തിൽ പറഞ്ഞ എന്താണ്? ഒരു പ്രശ്നം വന്നാൽ, കുടുംബത്തിൽ പ്രശ്നം വന്നാൽ ഊട്ടാൻ്റെ അവൾ വേണ്ടത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ അവള് വളരെ ജീവസുള്ള ഭാര്യയാണ്, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ വൈകാരികമായിട്ട് നന്നായിട്ട് പ്രതികരിക്കുന്നതാണ്. അപ്പൊ അത് പെണ്ണിന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പെണ്ണ് എങ്ങനെയാകണം, അല്ലെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞത് എങ്ങനെയാവണം എന്ന് സമൂഹം പറയുന്ന അവസ്ഥയിൽ അവരെത്താണ്. അപ്പോ പുരുഷനാണെങ്കിലോ ഭർത്താവാണെങ്കിലോ വളരെ റിസർവ്ഡ് ആണ്, എല്ലാത്തിലേക്കൊന്നും അങ്ങനെ ഈ ഇതിലേക്കൊന്നുമില്ല, ശരി അകന്ന് നിന്നിട്ട് റിസർവ്ഡ് ആയിട്ട് പറയേണ്ടത് മാത്രം പറഞ്ഞിട്ട്, എപ്പോഴും ഒരു മാന്യത വെച്ചിട്ട്, എപ്പോഴും തല ഉയർത്തി നിന്നിട്ട്, അല്ലെ, പുരുഷൻ എന്നുള്ള പേര് ആ രീതി നിലനിർത്തിയിട്ട്, അതുപോലെ തന്നെ എന്താണ്, എപ്പോഴും കാമാണ്, ഇങ്ങനെ അടിപിടിക്കോ അതിലതിനോ ആ രീതിയിൽ ഒന്നുമല്ല. ഭാര്യ ഓവർ റിയാക്റ്റീവ് ആണ്, വൈകാരികത ഒക്കെ ഭാര്യയ്ക്കാവാം, ഇച്ചിരി കരയാം, അല്ലെങ്കിൽ ഇച്ചിരി ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ആവാം ഭാര്യയ്ക്ക്. അത് ഭാര്യയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, പെണ്ണിന് പറഞ്ഞിട്ടുള്ള, പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്
എന്നാൽ പുരുഷൻ അങ്ങനെ ആകരുത്. അതാ ഭർത്താവ്. അപ്പൊ ആ ഭർത്താവ് വളരെയധികം കാമാണ്, ലോജിക്കലും കൂടിയാണ്, യുക്തിപരമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളാണ്. ഭാര്യ ഒരിക്കലും യുക്തിപരമായിട്ട് ചിന്തിക്കാത്ത ആളാണ്. ഇതൊക്കെയാണ് സമൂഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം കുടുംബത്തിൽ വരുമ്പോൾ അപ്പോഴാണ് ഇവരുടെ ഈ ഡാൻസിന് പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കളി, അതായത് സമൂഹത്തിന് വേണ്ടി കളിക്കുന്ന ഈ കളി, ഇത് സമൂഹത്തിന് ജെൻഡർ, ഞാൻ പറഞ്ഞു എന്താണ് കാരണം, നമ്മൾ ചിന്തിച്ചു, നമുക്ക് മനസ്സിലായി ജെൻഡർ മാനേജ്മെന്റ് ആണ്, അല്ലെ, സെക്സ് റോളാണ്. സമൂഹം പറയുന്ന രീതിയിൽ അവരായിത്തീരുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ശരിയായ പ്രശ്നം വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്നിട്ട് ചിന്തിച്ചിട്ട്, അവരാണ് കുടുംബം, അവരാണ് ഒരാള് കുടുംബനാഥനും മറ്റാള് നാഥയുമാണ്. ശരിയായ ആശയവിനിമയം നടത്തി ശരിയായ രീതിയിൽ പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാരം നടത്തി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടുപേരുടെയും ശരിയായ ഭാഗഭാഗിത്വം വേണം. അങ്ങനെ വരുമ്പോഴാണ് ശരിയായ രീതിയിൽ കുടുംബം മുന്നോട്ട് പോകുന്നത്, ദാമ്പത്യ ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഈ നൃത്തം, സമൂഹം ഇഷ്ടപ്പെടുന്ന നൃത്തം, സമൂഹത്തിന് വേണ്ടിയിട്ട് അറിയാതെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു പ്രശ്നം വളരെ താഴെ, ഉദാഹരണത്തിന് ഒരു കുഞ്ഞു മരിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം, ഭയങ്കര വലിയൊരു അപകടം പറ്റുക, അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുക, ചുറ്റുപാടും ഒറ്റപ്പെടുക, സമൂഹത്തിൽ പല കാര്യങ്ങളും പല രീതിയിലും വളരെ ത്രെട്ട്, വളരെ ഒരു കുടുംബത്തിന് വരുന്ന സമയത്ത് ഭാര്യയും ഈ നിലപാട് ശരിയാവില്ല. ഇതിനൊരു വളരെ വലിയ മാറ്റം പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിച്ച് നല്ല ആശയവിനിമയം നടത്തിയിട്ട് നല്ല രീതിയിൽ പ്രോബ്ലം സോൾവിങ് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് സ്ട്രെസ് അപ്പൊ ഒരുപാട് കൂടും. ഈ പറഞ്ഞ ആൾക്കാർക്ക് സ്ട്രെസ് ഒരുപാട് കൂടും. അപ്പോ അവര് ഈ പുരുഷൻ, ഇപ്പൊ ഇവിടെ നടക്കുന്നത്, പുരുഷൻ ലോജിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയാണ്. ഭാര്യയെ ഒരു പടി താഴെ നിർത്തിയിട്ട്, അതായത് ആ കുടുംബത്തിലുണ്ടല്ലോ, പെണ്ണാണ് തീരുമാനിക്കുന്നത്, പുരുഷനല്ല, ഭർത്താവല്ല എന്ന രീതിയിലേക്ക് വരുമ്പോ അങ്ങനെ വന്നിട്ട് അപ്പൊ ശരിയായിട്ടുള്ള ഒരു വലിയ പ്രശ്നം വരുമ്പോ ഈ ഭർത്താവ്, പക്ഷെ ആ ഭർത്താവ് ലോജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതുവരെ, അതിനുള്ള ശേഷി ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ശേഷി എങ്ങനെ ഉണ്ടാക്കിയത്? ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ശേഷിയാണത്. എല്ലാ ഫീലിങ്ങും ഭാര്യ ഏറ്റെടുത്തു. ഭർത്താവ് ഫീൽ ചെയ്യേണ്ട ഇടത്ത് എല്ലാം ഭർത്താവിന് ചെയ്യേണ്ട ഫീലിംഗ് ഭാര്യ ഏറ്റെടുത്ത് ഭർത്താവിന് വൈകാരികത കുറച്ചിട്ട് ഭർത്താവിന് കാര്യശേഷി കൂട്ടിയത് ഭാര്യയാണ്. പക്ഷെ വലിയൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിന് കഴിയാതെ വരും. ഇതിന് കഴിയാതെ വരുന്ന സമയത്ത് ഇവര് പതറിപ്പോവും. ഇവർക്ക് സ്ട്രെസ്സുകൾ കൂടുകയാണെങ്കിൽ ഇവര് പതറിപ്പോവും. ആ സമയത്ത്, അതായത് പുരുഷൻ ലോജിക്ഫുൾ ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ട് കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോ ആ അടിപൊളി നല്ല കുടുംബം, ആ ഭർത്താവിന് പരിപൂർണ അംഗീകാരം കൊടുക്കുന്ന ഭാര്യയാണ് ഉള്ളത്. പക്ഷെ ഈ ഭർത്താവ് പതറിപ്പോയിട്ട് ഭർത്താവിന് ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുന്നോട്ട് നിൽക്കുന്ന അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ ഭാര്യ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് അങ്ങനെ ഭർത്താവ് പെരുമാറി കാണുമ്പോൾ ഭാര്യ ഭർത്താവിനെതിരാവും. ആ അവസ്ഥ കൺഫ്യൂസ്ഡ് ആയിട്ട് അവള് ബുദ്ധിമുട്ടിലോട്ട് പോകും. അപ്പൊ ഈ അത്ഭുതകരമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ കൂടുതൽ പെർസ്യൂ ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും വൈകാരികത ഏറ്റെടുത്തിട്ട് വീണ്ടും ഭർത്താവിനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും ഭർത്താവിന് അതിന് കഴിയില്ല. ഭർത്താവ് പൊതുവെ തണുപ്പനാണ്, കൂടുതൽ തണുപ്പായിട്ട് പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോ ഇങ്ങനെ പോയിട്ട് ഈ പെണ്ണ് അകറ്റാൻ തുടങ്ങും ഭർത്താവിനെ. എന്ത് ചെയ്യണ അറിയാത്ത കുറെ ആശയക്കുഴപ്പമുണ്ടാവും. പിന്നീട് പെണ്ണ് ഈ ഭർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഭാര്യ ഭർത്താവിനെ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് കുടുംബജീവിതം പ്രശ്നങ്ങളാവും. പക്ഷെ ഭാര്യ ഭർത്താവിനെ അകറ്റാൻ തുടങ്ങി കഴിഞ്ഞാല്
ഈ വൈകാരികത, ഇതേവരെ അനുഭവിക്കാത്ത വൈകാരികത ഭർത്താവിന് വരും. കാരണം ഒരു പ്രശ്നവും വൈകാരികമായിട്ട് ഈ ഫീലിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഭർത്താവിനെ ഫീൽ ചെയ്യാൻ അനുവദിക്കാതെ ഭാര്യ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കുടുംബജീവിതത്തിൽ. അത്രയധികം സ്നേഹിക്കുക എന്നാണ് അതിന് പറയുക നമ്മൾ പൊതുവെ. ആ രീതിയിൽ ഭർത്താവിന്റെ ഫീലിംഗ് എല്ലാം ഭാര്യ ഏറ്റെടുത്തു. പക്ഷെ ഇങ്ങനെ ഒരു സന്നിഗ്ധ അവസരം വരുന്ന സമയത്ത് ഭർത്താവ് പതറിപ്പോകുന്ന അവസരത്തിൽ ഈ പെർസ്യൂവിങ്, ഈ വൈകാരികതയിൽ പോരാന്ന് ഭാര്യയ്ക്കും തോന്നി തുടങ്ങും. ഇങ്ങനെ പോയാൽ പോരാന്ന് ഭാര്യയ്ക്ക് തോന്നി തുടങ്ങും. പെർഫെക്റ്റ് ആയിട്ട് പോയിരുന്നപ്പോ, അതായത് സമുദ്രം ശാന്തമായിട്ട് മുന്നോട്ട് ആയിരുന്ന സമയത്ത് തുഴയാൻ എളുപ്പമായിരുന്നു. സമുദ്രത്തിലെ കാറ്റും കോളും വന്നു, അതുപോലെ പ്രശ്നങ്ങളായി, തുഴയാൻ ബുദ്ധിമുട്ട് വന്നപ്പോ ഭർത്താവ് പതറിപ്പോകുന്ന അവസരത്തില് ഇതേ കളി ഇതുപോലെ തുടർന്നാൽ പറ്റില്ല എന്ന് ഭാര്യയ്ക്ക് ബോധ്യം വരുന്നു. പതറിപ്പോയതായിട്ട് ഭർത്താവ് കാണുന്നു. അപ്പൊ വളരെ കൂടുതൽ ഇമോഷണലായിട്ട് സംരക്ഷിക്കാൻ, ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഭാര്യ ശ്രമിച്ചാലും ഭർത്താവിന് ഇത് കഴിയാത്ത അവസരത്തിൽ ഭാര്യ ഭർത്താവിനെ അകറ്റുന്നത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് ഭർത്താവിന് അപ്പോഴാണ് വൈകാരികത, ഭാര്യ ഇല്ലാത്തതിന്റെ കുറവ് മനസ്സിലാവുക, ഭാര്യയുടെ സ്നേഹമില്ലാത്തതിന്റെ കുറവ് മനസ്സിലാവുക. ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്താഗതി വരുന്ന അവസരത്തില് ഭർത്താവ് ഭാര്യയെ പിന്തുടരാൻ തുടങ്ങും. ഇത് നേരെ മറിച്ചാവും അങ്ങനത്തെ അവസരം. ആ സമയത്ത് ഭാര്യ ചോദിക്കും, ഇന്നേ വരെ നീ എന്നെ അകറ്റിക്കൊണ്ടിരുന്നു, പക്ഷേ അപ്പോ എനിക്കൊരാവശ്യം വന്ന സമയത്ത് നിങ്ങൾ എന്റെ കൂടെ നിന്നില്ല. പക്ഷെ ഇനിയിപ്പോ എനിക്ക് തൽക്കാലം അതിന് കഴിയില്ല. നിങ്ങളെ കൊണ്ട് കുടുംബം മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് തൽക്കാലം നിങ്ങൾ കേൾക്ക്. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ള അബദ്ധം. ഇതിങ്ങനെ ആകുന്നതിന് കാരണം സെൽഫ് റോൾസും അതുപോലെ തന്നെ ജെൻഡർ മാനേജ്മെന്റുമാണ്. മറ്റ് രണ്ട് കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസ്യൂവർ അത് വൈകാരിക തലത്തിൽ മുന്നോട്ട് പോകും, ആദിക്കൽ ഏർപ്പെടും, നിരന്തരം ഇതായിട്ട് അത് നമ്മൾ അത്തരം ദമ്പതികളെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും വഴക്കായിരിക്കും അവർ തമ്മിൽ. പക്ഷെ വഴക്കായാലും എത്ര വഴക്ക് കിട്ടാലും അവരൊന്നിക്കും. എന്നിട്ട് അവർ തത്വശാസ്ത്രവും പറയും. അതായത് വഴക്കുകൾ നല്ലതാണ്, അല്ലെ? വഴക്കുകൾ ഉണ്ടെങ്കിലേ അടുപ്പമുണ്ടാവൂ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ തന്നെ ശുദ്ധമായിട്ടുള്ള ഒരു വൈകാരികതയില്ല. എന്ത് വന്നാലും തമ്മിൽ കുറ്റപ്പെടുത്തലും ഡിസ്റ്റൻസ് ചെയ്യലുമാണ്. ആ ബന്ധം ഒട്ടും മുന്നോട്ട് പോവുകയില്ല. അത് നിന്നാൽ ഭാഗ്യം എന്നുള്ളതിലേക്ക് നിർത്തും. പക്ഷെ നിലനിൽക്കും പലപ്പോഴും. അങ്ങനെ മുന്നോട്ട് പോകും. ഇതാണ് ഈ 3 ദമ്പതി നൃത്തങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ 8 കാലായി സമയം. ഇതിന്റെ അടുത്ത് കുറച്ചുകൂടി സ്ലൈഡുകളുണ്ട്. ഇതിന്റെ ഗഹനതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എങ്ങനെ മാറണം, ഇത് 3 നല്ലതല്ല, അനാരോഗ്യകരമാണ് എന്ന് ഞാൻ പറയുമ്പോ അപ്പൊ ഇത് മാറണ്ടേ എന്നുള്ള ചോദ്യം വരും. അപ്പോ മെഡിറ്റൽ തെറാപ്പിയുടെ വിഷയമാണത്. മാറാൻ കഴിയും, പക്ഷെ മാറുന്നത് എളുപ്പമല്ല, മാറുന്നതിന് സമയമെടുക്കും. പക്ഷെ ഏത് ചെറിയ ശ്രമവും, മാറ്റാനുള്ള ഏത് ചെറിയ ശ്രമവും നല്ലതിലേക്കാണ് നയിക്കുക. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറച്ചും കൂടി ഗഹനമായിട്ട് ഇതിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് അടുത്ത ക്ലാസ് എനിക്ക് ഉണ്ടെങ്കിൽ, അപ്പോ അത് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട്, ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉദാഹരണം പറഞ്ഞിട്ട് കുറച്ചും കൂടി ഗഹനമായിട്ട്, അതായത് ജീവിതം തന്നെ നമ്മൾ പറയാം പച്ചയ്ക്ക്. നമുക്ക് നമ്മുടെ ജീവിതമല്ലേ പറയാൻ പറ്റാൻ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് ഒരു സാങ്കല്പിക ഭാര്യയുടെയും സാങ്കല്പിക ഭർത്താവിന്റെയും അല്ലെങ്കിൽ നടന്ന സംഭവം തന്നെ ഈ പുസ്തകത്തിലെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതില് എങ്ങനെയാണ് ഇവർ മാറ്റം വരുത്തിയത് എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോചനം, ഇതിൽ നിന്ന് മാറ്റം, കൂടുതൽ അടുപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയായിരിക്കും നല്ലത്, അല്ലെ സാബു സാർ?
8:15 അല്ലേ? കേൾക്കുന്നുണ്ടോ? അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. കേൾക്കുന്നില്ല? സൗസർ കേൾക്കുന്നില്ല? കേൾക്കാം. സാറേ എല്ലാം പുരുഷന്മാർ തന്നെ ചെയ്യണം എന്നുള്ള അതിനോട് ഒരു വിയോജിപ്പുണ്ട് സാറേ. കാരണം അവരും ഈക്വലായിട്ട് ചെയ്യാനാ ശ്രമിക്കേണ്ടത്. അന്നേരമാണ് ആ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കാരണം ഇപ്പം എല്ലാ തലത്തിലുള്ള മേഖലകളിലും സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ സിംഗിൾ ആയിട്ട് ജീവിക്കുന്നവരപ്പൊ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലേ? മാം, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അങ്ങനല്ല സാറേ, അതിനിടയിൽ പറഞ്ഞു പിന്നെ എല്ലാ കാര്യങ്ങളും വീട്ടില് സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അർത്ഥത്തില് സാറ് സമൂഹം അങ്ങനെ പറയും. സമൂഹം. അതിനാൽ സാറേ സാറിന്റെ ക്ലാസ് നല്ലതാണ്, തെറ്റുകൾ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതെന്താന്ന് വെച്ചാല് ഇത് സമൂഹത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടുത്തി എടുത്താന്നുള്ള പഠനമാണ്. ആ പഠനത്തിൽ പ്രായോഗിക തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയല്ല പറയും. ഇങ്ങനെയുള്ള ഒത്തിരി ഭവനങ്ങളുണ്ട്, വീടുകളുണ്ട്, കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നമുക്ക് നൽകാൻ ഈ പഠനങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള പോയിന്റ്. അതിനകത്ത് മറ്റൊന്നും രീതിയിലല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം സാർ, കുഴപ്പമില്ല. ഓക്കെ. ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. സമൂഹം അതാണ് ഇഷ്ടപ്പെടുന്നതും എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഒരു സത്യമാണ്. ഈ പെർസ്യൂവർ ഡിസ്റ്റൻസർ ഇത് കോമൺ ഡാൻസ് ആണ്. അത് സർക്കുലർ ചാക്രികമാണ്. തുടർച്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ജീവിതാന്ത്യം വരെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ അവസാനം ഞാൻ പറഞ്ഞു ഇതിന്റെ ദൂഷ്യം എന്താണെന്നുള്ളത്. ഇത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം നല്ലതാ. പക്ഷെ ഭയങ്കര വലിയൊരു പ്രശ്നം വരുമ്പോൾ ഇവര് പതറിപ്പോവും, പ്രശ്നമാവും, ആകെ ഇതിലായിട്ട് വരും. പക്ഷെ അതല്ല മാം പറഞ്ഞതൊക്കെ ഇതിലേക്കാണ് ഞാൻ വരുന്നത് പിന്നീട്. ഇപ്പൊ ഇത് തെറ്റാണ്, ഇത് മോശമാണ്, നല്ലതല്ല എന്ന് നമ്മൾ കണ്ടെത്തി. പക്ഷെ ഇതാണ് നടക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ചർച്ചയിലേക്ക് പോകാമോ അല്ലേ? ഷെയറിംഗ് നിർത്തട്ടെ? ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ചർച്ചകൾ, ശ്രദ്ധയോടെ ചർച്ച നയിക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊരു പഠനമാണ്. ഈ പഠനത്തിൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഇതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു അവബോധത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റങ്ങൾ വരുത്താം. സമൂഹത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ അതിനൊത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ബെറ്റർ ആക്കണം, വ്യക്തിപരമായിട്ട് ഇതിനെ ഒരിക്കലും എടുക്കരുത്. വ്യക്തിപരമായ ഫാമിലിപരമായിട്ട് ഇതിനെ എടുക്കരുത്. എപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു സോഷ്യൽ കോസ് എന്ന തലത്തിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ആശയങ്ങൾ പറയാറുള്ളൂ. ഓക്കെ, അപ്പോൾ ചർച്ച തുടങ്ങാം. രമാവതി മാം തുടങ്ങിക്കോളൂ. സാറിന്റെ നല്ലൊരു ക്ലാസ്, അത് ഡാൻസ് എന്നുള്ള കാര്യത്തില് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു സാറിന്റെ ഡാൻസ് എന്നുള്ള ഇഷ്ടപ്പെട്ടു. അതൊന്നും കൂടി കുറച്ചും കൂടി ഇതാവുമ്പോ എനിക്ക് തോന്നുന്നു ഈ മാജിക്കലി ഊഞ്ഞാലാട്ടം ഉണ്ടല്ലോ, ആ തലത്തിലേക്ക് വരുമ്പോ പിടിച്ചില്ലെങ്കിൽ വീണ് മരിച്ചു പോകും. അങ്ങനെ അപ്പൊ ഏതായാലും നല്ല ക്ലാസ് ആണ് സാറേ. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാറേ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരു കേസ്, കുറച്ചു മാസം മുന്നേ ഒരു 80-കാരൻ വീണ്ടും കല്യാണം കഴിച്ചു. വീട്ടില് അയാളൊരു മാഷായിരുന്നു, പെൻഷനായിട്ട് ഈ പിന്നെ എന്താ പറയണ്ടേ, വീട്ടില് അത് ചെയ്യണം, ഇത് ചെയ്യണം, വടിവത്ത വസ്ത്രം വേണം എടുക്കാൻ വേണ്ടിട്ട് എല്ലാം ഭാര്യ ചെയ്തു കൊടുക്കണം. ഒരു ബൊമ്മ പോലെ പ്രവർത്തിക്കണല്ലോ. അപ്പം അതിനെന്തെല്ലോ ചെറിയ നീരസം വന്നു. പിന്നെ മക്കള് ഈ അമ്മേന്റെ ഒന്നിച്ചായി. അവസാനം അയാൾ നിൽക്കുമ്പോ പറഞ്ഞ അച്ഛനിവിടെ നിൽക്കാൻ പാടില്ല, വാടക തരണം വീട്ടിന്. അവസാനം വീട് മാറിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ അയാൾ ഒരു കല്യാണം കഴിച്ചു, 3 മക്കളുടെ ഒരുത്തിന്. അങ്ങനെ ഒരുപാട് കേസുണ്ട്, ഒരു കേസല്ല. സാറ് പറഞ്ഞ പോലെ ഇതിന് മാറ്റം വരണമെങ്കില് സമൂഹത്തിനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. മുമ്പ് മാരേജ് കഴിഞ്ഞിട്ട് എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞാൻ ഒന്നിച്ച് നടക്കുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, നീ എന്തിനാ എന്റെ കൂടെ നടക്കുന്നത്, കുറച്ച് പുറകോട്ട് നടക്കാൻ, നാട്ടുകാർ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ കേസ് ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ.
അപ്പൊ അത് മാറണമെങ്കിൽ നമ്മളിപ്പം നമ്മളെ കല്യാണം കഴിച്ചിട്ട് വരുമ്പം അതായത് മനസ്സ് തമ്മിൽ അടുക്കാൻ നോക്കണം. ശരീരം മനസ്സും അടുത്താലേ ഇതെല്ലാം സാറ് പറഞ്ഞ പോലെ സംഭവിക്കുള്ളൂ. അപ്പൊ ഏക മനസ്സായിട്ട് ഇതാക്കണം, കുറച്ച് പണിയുണ്ട് അതിന്, ചെറിയ പണിയൊന്നുമല്ല. അപ്പം തീരുമാനം എടുക്കുമ്പോ തന്നെ ഇപ്പം ഒരു മരുമകൾ ഇവിടെ വന്നു വിചാരിക്കാം ഒരു വീട്ടില്. അപ്പൊ അമ്മാവൻ എടുത്തിട്ട് 500 റുപ്യന്റെ നോട്ട് അവളുടെ മുമ്പിൽ നിന്ന് വീശാണ്, ഇതാ നീ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോ എന്ന് പറയുമ്പോ, അപ്പൊ അവള് വിചാരിക്കും എന്നോട് ചോദിക്കാതെയാണല്ലോ കൊടുത്തത്, അത് ശരിയല്ലല്ലോ, ഒന്ന് റൂമിൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ. അങ്ങനെയുള്ള സമയത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറേ. ഞാൻ ഇങ്ങനെ കേൾക്കായിരുന്നു. ഞാനിപ്പോ ഒരു പരിപാടി ആയിട്ട് ക്ലാസ് തുടങ്ങിയിട്ടാണ് എത്തിയത്. താങ്ക് യു സാർ, താങ്ക് യു. മാം പറഞ്ഞാലേ മാം പറഞ്ഞ ശരിക്കും ഒരു സീസമാണ് മാം ഇതില്. അതായത് പുരുഷന്റെ മേലെ പല എല്ലാ കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിൽ പല ചെയ്യലെല്ലാം പുരുഷൻ മേലെ നിൽക്കുന്ന സമയത്ത്, പക്ഷെ വൈകാരികതയില് സ്ത്രീയാണ് മേലെ നിൽക്കുക, എപ്പോഴും മേലെ നിൽക്കുക. അപ്പോ വൈകാരിക പ്രശ്നങ്ങൾ വരുമ്പോ പ്രശ്നവും സ്ത്രീ സീസയുടെ മേലെയാവും, അല്ലാത്ത പ്രശ്നത്തില് പുരുഷൻ മേലെയാവും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയാൻ അൻസരി സാർ ഉണ്ടോ? ഉണ്ട് സാർ. വിൻസെന്റ് സാർ പറയും. ഓക്കെ, ഇവിടെ അത് അൻസരി സാർ പറയട്ടെ, പറഞ്ഞു. അതായത് പോസിറ്റീവ് കമ്മ്യൂണില് ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തായിരുന്നു. അതായത് 45-50 വയസ്സ് കഴിഞ്ഞവരുടെ ഡിവോഴ്സ് ആയിരുന്നു ടോപ്പിക്. അപ്പം അപ്പൊ അതിന്റെ പ്രധാന കാരണങ്ങൾ ഈ വൈകാരികമായിട്ടുള്ള അടുപ്പത്തിന്റെ സമയം കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ വരുമ്പം ഇത് ചെയ്ത് പോകാനൊക്കെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് കണ്ടമാനം അത് നടക്കുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ഞാൻ അതിന് വേണ്ടിയിട്ടെല്ലാം പ്രിപ്പയർ ചെയ്തപ്പം ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ഒരു ട്രെൻഡ് വരുന്നുണ്ട്, ചെറുപ്പക്കാരികള് കിളവന്മാരെ കെട്ടാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിന്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, രണ്ടാമത് അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, മക്കളെ മോളെ എന്നൊക്കെ പറഞ്ഞ് കിളവൻ കൊണ്ട് നടന്നോളും. പിന്നെ ഇഷ്ടം പോലെ കാശ്, പെൻഷൻ പറ്റിയ കാശും അല്ലാതെ സേവിങ്സും ഒക്കെ മിക്കവാറും ഉള്ളവരടുത്തൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട്. മറ്റത് രണ്ടും കിളവനും കിളവിയാണെങ്കിൽ ആശുപത്രിയിൽ പോയാലും ഒരാളെയും കൊണ്ടുപോയാൽ മറ്റാളെ പിടിച്ചണിപ്പിക്കാൻ പോലും ആവതില്ല. അപ്പൊ ഇതാവുമ്പം അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുപോലെ പ്രായമായ പെണ്ണുങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാര് കെട്ടുന്നത് ഇഷ്ടപ്പെടുന്നു. അതും ഇതുപോലെ വിളിച്ചിട്ട് അങ്ങനെ നടത്തിയ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാറേ ഇപ്പൊ മാത്രം വോയിസ് ഓക്കെ, ഈ ഇന്റിമസി എന്നൊക്കെ പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. എങ്ങനെ നമ്മുടെ അടുത്ത് പെരുമാറുന്നു, അഭിനയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൺസിഡർ ചെയ്താൽ മതി. ഇപ്പം സാബു സാറിന് എൻ്റെ അടുത്ത് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സാബു സാർ പക്ഷെ എൻ്റെ അടുത്ത് എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് അതിന്റെ സ്നേഹം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതുപോലെയാണ് ഭാര്യയും ഭർത്താവും ഒക്കെ. അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും ആശകളും ഇതും എല്ലാം ഉണ്ട്. പിന്നെ ചിലര് സഹിക്കുന്നു, ചിലര് മനസ്സിലാക്കുന്നു, ചിലര് ഇയാൾ നന്നാവൂല എന്ന് വിചാരിക്കുന്നു, അങ്ങനെ കൊണ്ട് നടക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്ഥിതിക്ക്. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പൊ ഇവിടെ ഒരു സാറ് ഈ കോവിഡ് സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടിരുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഒരു മരിച്ചുപോയി കോവിഡിൽ. അതിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം വേറൊരു പെണ്ണ് കെട്ടി. ഇപ്പം
എത്ര അങ്ങേർക്ക് 71 ഉള്ളപ്പം പെണ്ണ് കെട്ടി. അപ്പം ഇത് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഭയങ്കര ഇത്, മറ്റേത് ഭയങ്കര കാര്യമായിട്ട് നടക്കുന്നത്. അവർക്കൊരു കുട്ടിയുണ്ട്, ഇയാൾ ഒരു ആണും പെണ്ണും ഉണ്ട്, 2 പേരുണ്ട്. അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ്. കാരണം ഇങ്ങേര് ഇവിടെ ഒറ്റയ്ക്ക് ഒരു വീട്ടില്, അടുത്ത വീട്ടില് താക്കോല് കൊടുത്തിട്ടുണ്ട്, രാവിലെ ഞാൻ എണീറ്റിട്ടില്ലെങ്കിൽ വന്ന് തുറന്നു നോക്കണേ എന്ന് കാണാൻ വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരു കൂട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു കൂട്ടിന് വേണ്ടി അവര് കല്യാണം കഴിച്ചപ്പോൾ അവരിവിടെ ഉണ്ട്, നടക്കാൻ വരും. അപ്പൊ ഞാൻ ഇങ്ങനെ വിവരങ്ങളെല്ലാം ചോദിക്കും. അപ്പൊ പറഞ്ഞു ഒരു കുഴപ്പമില്ല സാറേ, നല്ല സന്തോഷമായിട്ട് ആഹാരമൊക്കെ വെച്ച് തരെയും എല്ലാം ചെയ്യും, എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ നോക്കുന്നു. അതുപോലെ അവർ വലിയ സ്നേഹമാ, കോഴിക്കോട്ടുകാരിയാണ്. അപ്പം അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഏത് സമയത്തും പ്രാക്ടിക്കലാണ്. ആ ഒരു പ്രതീക്ഷയാണ് സാറേ നമുക്ക് ഉള്ളത് ഇപ്പോഴും. ശരിയാണ് സാർ. നമ്മള് ഈ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തില് നമ്മൾ തീരുമാനിക്കുന്നതാണ് കാര്യങ്ങൾ. നമുക്ക് സമൂഹത്തിന് നമുക്ക് ഒപ്പം കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ അടിസ്ഥാന ഘടകം കുടുംബം തന്നെയാണല്ലോ. നമുക്ക് മാറ്റങ്ങളും വരുത്താൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നല്ലതുമാണ്. നമ്മുടെ ആഗ്രഹങ്ങള് അതേ രീതിയിൽ നമ്മള് മുന്നോട്ട് അത് സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് വേണ്ടത്. അത് തന്നെയാണ് ഞാൻ പറയുന്ന വിഷയം. സാറേ ഇന്റിമസിയെ കുറിച്ച് പറഞ്ഞു. സാറേ ഞാന് പിന്നെ കുറെ, അതായത് ഇങ്ങനെ ഞാൻ ഇത് പലരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് സീനിയർ സിറ്റിസന്റെ മറ്റേത് പോകുമ്പോഴേ ഒത്തിരി വിഡോസിന്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. അപ്പൊ അവിടെ അപ്പൊ ഞാൻ പലയിടത്തും ഇങ്ങനെ ചോദിച്ചപ്പോൾ പലരും കല്യാണം കഴിച്ച് 1-2 കൊച്ചുകുട്ടികളായിരുന്നപ്പം പിന്നെ ഭർത്താവ് മരിച്ചു പോയ ആക്സിഡന്റിലോ ആ രോഗം വന്നോ അല്ലെങ്കിൽ പല വിധത്തിൽ ആയവരെല്ലാം അന്ന് എല്ലാവരും കല്യാണം കഴിക്കാൻ പറയുമായിരുന്നു. പക്ഷെ അവര് വേണ്ട, അയ്യോ കൊച്ചുകുട്ടികളല്ല, അയാൾ വന്നാൽ നോക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാം അന്ന് വെറുതെ പറഞ്ഞിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ കെട്ടണമെന്നായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ 2-3 പേര് പറഞ്ഞു കെട്ടണമെന്നായിരുന്നു. പക്ഷെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട ഇനി കൊച്ചുപിള്ളേർ അല്ലയോ, അയാൾ നോക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടായിരുന്നിട്ട് ഇപ്പൊ ഒറ്റയ്ക്കായപ്പം ഭയങ്കര മനപ്രയാസമുണ്ട്, അന്ന് ചെയ്യേണ്ടിയ സമയത്ത് ചെയ്തില്ല എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങൾ നമുക്ക് ആവശ്യമെന്ന് തോന്നിയാല് നാട്ടുകാരൻ എന്ത് പറയും, അതെന്ത് പറയും എന്നുള്ളത് അത് അവർക്ക് പ്രശ്നമില്ലല്ലോ. നാട്ടുകാരൻ എന്തും പറയാമല്ലോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ട്, നമ്മുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. പിന്നെ വരുന്നത് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ചിലപ്പോൾ നല്ലതാവാം, ചില ഇത്തിരി മോശമൊക്കെ ആവാം. അത് സാരമില്ല, അത് സഹിക്കാൻ തയ്യാറാണ്. കാരണം നമ്മളൊരു ഡിസിഷൻ എടുത്താൽ അതിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതിനുമെല്ലാം അനുഭവിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിലുള്ള സന്തോഷം. അല്ല നാട്ടുകാരന് ചുമ്മാ പറയാം, അവൻ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നവന് ഇനിയിപ്പോ വയസ്സുകാലത്ത് നീ എന്തിനാണ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ അവരുടെ അടുത്തും ചോദിക്കാം. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഇഫ് യു ഫീൽ നമുക്ക് വേണം, ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ എപ്പോഴായാലും അത് ചെയ്യണം. അല്ലാതെ ഈ തകരാറുള്ള വണ്ടി റോഡിൽ ഇട്ട് തള്ളി പോകാനൊക്കെ പിടിച്ചു പോകില്ലേ. സാറിന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. സാറിന്റെ അതൊക്കെ സൗണ്ട് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങൾ. വളരെ 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 നല്ലൊരു കാര്യമാണ്, പ്രസക്തമായുള്ള കാര്യം. ഈ സ്വത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാർ, സെൽഫ്. അതിനെ ബലി കഴിച്ചുകൊണ്ട് യാതൊന്നും ചെയ്യരുത്. അതായത് മറ്റുള്ളവര് അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും കീഴടങ്ങി കൊടുക്കരുത്. നമ്മുടെ ഡീസെൽഫിങ് എന്ന് പറയുന്നതിന് നമ്മൾ ഈ കാരണം ഡീസെൽഫിങ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുകയാണ് ചെയ്യണം. സത്യത്തിൽ നമ്മളെ സ്വത്വത്തിന് വിലകൽപ്പിക്കണം. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ചെയ്യണം. പക്ഷെ സർവ്വ ആളുകളും ബാക്കിയുള്ളവർക്ക് വേണ്ടി അല്ലേ സാറേ ജീവിക്കുന്നത്? അതല്ലേ അവൻ എന്ന് പറയുന്നത്. അടുത്ത ദിവസം എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ സാർ, ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. അടുത്ത ഡിസ്കഷനിലേക്ക് പോവാം. വിൻസെന്റ് സാർ പറയൂ. വിൻസെന്റ് സാർ. ഇല്ല സാർ, അതൊന്നുമില്ല, നമുക്ക് സംസാരിക്കാൻ സമയമുണ്ട്.
മറ്റുള്ളവരുടെ പോയിന്റ്സ് വരട്ടെ. വിൻസെന്റ് സാർ പറയും. സാറേ, സാധാരണ ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പറയാറുള്ളത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറയാറുണ്ട്. തമ്മിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ ഞാൻ അതിനെതിരാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഞാനും വൈഫും കൂടെ ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ജനലിനകത്തിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വൈഫിനും ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ വൈഫ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറിയിരിക്കുമ്പോൾ അത് എൻ്റെ ആഗ്രഹം ഞാൻ അടക്കി വെച്ചിട്ട് വൈഫിൻ്റെ ആഗ്രഹത്തിന് ഞാൻ ആക്കി, അല്ലെങ്കിൽ വയസ്സ. അപ്പൊ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വെച്ചാൽ നമ്മുടെ ആഗ്രഹം അടക്കി വെച്ചിട്ട് നമ്മൾ മറ്റുള്ള ഒരാളെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അതാണ് അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് വരുന്ന സമയത്ത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അതിനെ ഞാൻ സ്വയം എന്താണ് സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കറിയാം എൻ്റെ വൈഫിന് എന്താ ആവശ്യമുള്ളത്, എനിക്ക് വൈഫിന് അറിയാം എനിക്ക് എന്താ ആവശ്യം. അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ പറയാതെ തന്നെ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അറിഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ചേർക്കണം. സോ ഐ തിങ്ക് അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ ബെറ്റർ വേർഡ് ദാൻ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് സാറ് കേട്ട് കാണും. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഭാര്യ എന്ത് പറഞ്ഞാലും ഭർത്താവ് അത് സമ്മതിച്ചു കൊടുക്കും. ഭാര്യ പറഞ്ഞു നമുക്കൊന്ന് സിനിമയ്ക്ക് പോവാല്ലേ, നമുക്ക് പുറത്ത് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാമല്ലോ, എല്ലാം സമ്മതിച്ചു. ആ ഭർത്താവിന്റെ പുതുമോടി കഴിച്ച് കയ്യിലുള്ള കാശ് കഴിയുമ്പോൾ പിന്നെ ഭാര്യ പറയും സിനിമയ്ക്ക് പോയപ്പോൾ ഇപ്പൊ വേണ്ട, അടുത്ത മാസം മതി. ഭർത്താവ് പറഞ്ഞു, ഭാര്യ കേൾക്കും. കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ഇവര് രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ മുഴുവൻ കേൾക്കും. പിന്നെ ഇവര് വഴക്കാണ്, തമ്മിലുള്ള ഇവരുടെ അടി, അത് നാട്ടുകാർ മുഴുവൻ കേൾക്കും. അപ്പൊ അങ്ങനെ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു വളരെ ഇതാണ്. അത് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഭർത്താവിന് ഇത്ര കാശുണ്ടെന്നോ എനിക്ക് ഭാര്യയ്ക്ക് എന്താ ആഗ്രഹം ഉണ്ടെന്നോ അറിയാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ ഡയബറ്റിക് ആണ്, പക്ഷെ പണ്ട് മുതലേ എനിക്ക് ഷുഗർ ഇഷ്ടമല്ല, മധുരമുള്ള കാര്യമൊന്നും ഞാൻ കഴിക്കാറില്ല ഫ്രം ദി വെരി ബിഗിനിങ്. പക്ഷെ എനിക്ക് പിന്നെ എങ്ങനെ വന്നതെന്നുള്ള എനിക്ക് അറിഞ്ഞോളാം, മേ ബി ജനറ്റിക് ആയിരിക്കും. അപ്പോ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അനിയൻ്റെ ഒരു കൂട്ടുകാരൻ ബംഗാളിയാണ്. അവന്റെ കല്യാണ സമയത്ത് അവൻ കുറേ സ്വീറ്റ്സ്, രസഗുള എന്നൊരു സാധനം, രസഗുള ഫുൾ ഓഫ് സ്വീറ്റ് ആണ്, അതുകൂടെ തന്നു. ഒറ്റ ലിൽപ്പിലിരുന്ന് 10-15 എൻ്റെ വൈഫ് കഴിച്ചു. അപ്പോഴാണ് ഞാൻ കാണുന്നത്. എനിക്കിത് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരിക്കലും മേടിച്ചിട്ടില്ല. ഞാൻ മേടിച്ചിട്ടില്ല വീട്ടില്, എൻ്റെ വൈഫ് പറഞ്ഞിട്ടുമില്ല. ബിക്കോസ് ഷീ നോസ് എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞ കാരണം പുള്ളിക്കാരത്തി പറഞ്ഞില്ല. ഞാനായിട്ടോ അന്വേഷിച്ചിട്ടുമില്ല വൈഫിന് എന്താ ഇഷ്ടം എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പറ്റിയത്. വൈഫ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം, അതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞില്ല. പക്ഷെ ഞാൻ നെവർ ആസ്ക്. അത് ആ മെയിൽ ഡോമിനൻസി ആയിരിക്കും ചിലപ്പോൾ എനിക്കുള്ളത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ 10-40 കൊല്ലം കല്യാണം കഴിഞ്ഞപ്പോൾ അന്നത്തെ കലം പറയും. അപ്പൊ ഒരു പക്ഷെ അതായിരിക്കാം എന്നെ ലീഡ് ചെയ്തത്. അപ്പൊ അതുപോലെ പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഹസ്ബൻഡും വൈഫും ഏറ്റവും മെയിനായിട്ട് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഉദാഹരണം സാറ് പറഞ്ഞ പോലെ, അല്ല സാറ് തന്നെ പറഞ്ഞു, ഈ എന്തെങ്കിലും നമ്മൾ ഇതില്ല, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വരുമ്പോൾ നമ്മൾ ഏത് രാജ്യം നോക്കിക്കോ, ഏത് രാജ്യത്തിലൊരു ക്രൈസിസ് വരുമ്പോൾ, മേ ബി കോവിഡ് ആയിരിക്കാം, യുദ്ധമായിരിക്കാം, ഫ്ലഡ് ആയിരിക്കാം, ഡ്രോപ്പ് ആയിരിക്കാം, ആ സമയത്ത് ജാതി മത വ്യത്യാസമില്ലാതെ പൊളിറ്റിക്കൽ പാർട്ടിയും കൂടെ അറിയാതെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒന്നിച്ചു നിന്നിട്ട് ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ആ സമയത്ത് ജാതി നോക്കില്ല, രാഷ്ട്രീയ പാർട്ടി നോക്കില്ല, എല്ലാം ഒരുമിച്ചായിരിക്കും. അതുപോലെ ഒരു കുടുംബത്തിന് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ഹസ്ബൻഡും വൈഫിനും നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ തമ്മിൽ അടിപിടിയൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാം. ഈ സാറിന്റെ ഇതൊക്കെ അറിയുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയണത്. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ജോഷി സാറെ കേൾക്കാമോ? ജോർജ് സാർ, ബിനമം. വളരെ ആവശ്യമുള്ള ഒരു ക്ലാസ് ആയിരുന്നു സർ. അത് മുഴുവനാകുമ്പോഴേ അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഒന്നാമത് ആ ഒന്നാമത്തെ കേസ് ഉണ്ടല്ലോ, ആ പിന്തുടരൽ അകറ്റൽ എന്നുള്ളത്, അതില് സ്ത്രീയാണല്ലോ കൂടുതൽ
ആക്റ്റീവായിരിക്കുന്നത്. അത് കേരളീയ സമൂഹത്തില് സാറ് പറഞ്ഞു അത് ആളുകൾക്ക് ഇഷ്ടമാണെന്ന്. പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് സ്ത്രീ കൂടുതൽ അങ്ങ് ആക്റ്റീവ് ആവുമ്പോൾ അവളൊരു തൻ്റെടി എന്ന പേര് വെക്കുകയും അത് ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കുകയാണോ ചെയ്യുന്നതെന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം എല്ലാ വീട്ടിലും പുരുഷന്മാരെല്ലാം ചെയ്ത് അദ്ദേഹം ഒരു നേതൃസ്ഥാനത്ത് ഉണ്ടാവണം എന്നല്ലേ നമ്മളെ കേരളീയ ഒരു സംസ്കാരത്തിൽ കാണുന്നത്. വിദേശത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ, പെണ്ണുങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്, അവരെന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പോലും. പക്ഷെ നമ്മുടെ ഇവിടെ ആൺമേൽക്കോയ്മയല്ലേ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. മാം ഞാൻ പറഞ്ഞോട്ടെ മാം, ഈ സ്ത്രീ പെർസ്യൂ ചെയ്യുന്ന പിന്തുടർന്ന് വൈകാരികമായിട്ട് മാത്രമാണ്. അതില് പുരുഷൻ തന്നെയാണ് അവിടെ വലിയ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഈ ആദ്യത്തെ ആ കേസിലും. അപ്പോ അതാണ് നടക്കുന്നത്. അതായത് വൈകാരികതയിൽ മാത്രമാണ് സ്ത്രീ മുന്നോട്ട്. അതാണ് വൈകാരികമായിട്ടുള്ള പിന്തുടരലാണ് പുരുഷൻ നടത്തുന്നത്. അതായത് ഭർത്താവ് എവിടെ പോയാലും എന്താണ് അന്വേഷിക്കുക, ഭർത്താവിന് എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് അന്വേഷിക്കല്. മുഖമൊന്ന് വാടിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താവ് മാത്രമല്ല മക്കളുടെ കാര്യത്തിലും അങ്ങനെയാണ് ഭാര്യ പ്രതികരിക്കുക. മുഖം ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞേക്കാളും വലിയൊരു ഭാര്യയാണ് ഭാര്യയ്ക്ക്, വലിയൊരു പ്രശ്നമാണ് ഭാര്യയ്ക്ക് അത് സഹിക്കാൻ കഴിയില്ല. ഇതാണ് സാറ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അങ്ങനെയാണോ സാറേ? സാറ് വലിയ തുണിക്കടയിലൊക്കെ പോണം, പിന്നെ സ്ത്രീകളെ കയറ്റി വിട്ടേച്ച് അയാള് വണ്ടിയിലിരിക്കും ഡ്രൈവറായിട്ട്. അല്ലാതെ പിന്നെ അവിടെ പോയി ആണെങ്കിൽ സാരി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ പറയും. ഇപ്പൊ പോയാൽ അത് എടുത്തു കൊടുക്കുമ്പം വീട്ടിൽ അവിടെ പോകുമ്പോ ഏതെങ്കിലും കൂട്ടുകാരികൾ പറഞ്ഞാൽ ഇത് നിനക്ക് ചേരുന്നില്ല എന്നാ അയാളുടെ കഥ കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഉള്ള ഏർപ്പാടാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പൊ മിക്കവാറും ഉള്ള വീട്ടില് ആരാണ് ചെലവാക്കുന്നത്? സ്ത്രീകളാണ്. അപ്പം പവർ അനുസരിച്ച് ആർക്കാണോ പൈസ ചെലവാക്കാൻ പവർ ഉള്ളത് അതുകൊണ്ടാണ് പാർലമെന്റ് നമ്മുടെ പ്രസിഡന്റിനെക്കാട്ടിലും പവർഫുൾ ആണെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. പ്രസിഡന്റ് ഒരു സ്റ്റാമ്പാണ്. അതുപോലെ ഇപ്പം നമ്മളെല്ലാം സ്റ്റാമ്പ് ആയിരിക്കുക. കേരളത്തിലും അങ്ങനെ തന്നെ നടക്കുന്നത്. എല്ലാ വീട്ടിലും സർവ്വ സാധനവും വാങ്ങിക്കുന്നതും വെക്കുന്നതും ഏതെങ്കിലും വീട്ടിൽ അവർ വെക്കുന്നത് ഉണ്ടാക്കി തരുന്നത് തിന്നുമെന്നുള്ളതല്ലാതെ പിന്നെ നാളെ ഇന്നത് വേണം അത് വേണം ഇത് വേണം എന്ന് പറയുന്നുണ്ടോ സാറേ? ഇല്ല, അത് പോയി. ആ കാലം കഴിഞ്ഞു. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട സ്ത്രീകളാരും. ഇപ്പം നിങ്ങൾ തന്നെയാണ് താക്കോൽ പ്ലേസിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അല്ല സാർ, ഞാൻ മറ്റു 2 കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡാൻസിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് ഡാൻസുകൾ വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഭൂരിപക്ഷം പേരും ആദ്യത്തേലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പോഴും പറഞ്ഞത്. അത് ക്ലാസ് ക്ലാരിറ്റി കിട്ടും. റേഷൻ കാർഡില് ചെറിയൊരു മാറ്റം വരണം എന്ന് പറയുമ്പോ തന്നെ പ്രശ്നമായിട്ടുണ്ട് പുരുഷന്മാർക്ക്. താങ്ക് യു സർ. കിരൺ സാർ അതുപോലെ ഇന്നും ഒത്തിരി ചർച്ചകൾക്ക് ഒത്തിരി ചിന്തകൾക്കും അവസരമൊരുക്കി സാറിന്റെ ക്ലാസ്. ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ ഞാണിമ്യക്കളി തന്നെയാണ്. എന്തായാലും അത് വലിയ എന്താ പറയുക, നിഗൂഢ രഹസ്യങ്ങൾ, അതാണല്ലോ കുടുംബം. അത് നമുക്ക് നിർവചിക്കാനൊന്നും അത്ര എളുപ്പമൊന്നുമല്ല, നിർവചനമൊന്നും പൂർണ്ണമാവുകയില്ല. 2 ഇൻഡിവിജ്വൽ ട്രേറ്റ്സിന്, അതാണ് ആ ഇൻഡിവിജ്വൽ ട്രേറ്റ്സിനെ അൺകണ്ടീഷണൽ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നടക്കാൻ പറ്റൂല. പക്ഷെ സാധ്യമാകുന്നിടത്തോളം നിരുപാധികമായി അംഗീകരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കുക. അഡ്ജസ്റ്റ്മെന്റ് ആയാലും അണ്ടർസ്റ്റാൻഡിങ് ആയാലും വേറെ ഏത് വാക്ക് ഉപയോഗിച്ചാലും അവിടെ 50-50 എന്നുള്ള കഥ ഞാനും കുറെ കാലത്ത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. അങ്ങനെയാണല്ലോ എല്ലാ ക്ലാസ്സിലും കേൾക്കുക. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ ചില ദമ്പതികളോടെങ്കിലും പറയാനിട വന്നിട്ടുണ്ട്. അവസരം കിട്ടുമ്പോൾ മറ്റേ ആളിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പൂർണ്ണമായി പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങളിൽ തിരിച്ചറിവുള്ളയാളാണ് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അവിടെയാണ് വിജയിക്കാൻ പറ്റുക. കാരണം വെച്ചാല് അത് അച്ചപ്പത്തിന്റെ മോൾഡിൽ നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അച്ചപ്പത്തിന് അച്ചപ്പത്തിന്റെ രൂപവും നെയ്യപ്പത്തിന് നെയ്യപ്പത്തിന്റെ രൂപവും. അപ്പൊ അതിനകത്ത് നമ്മൾ എത്ര ശ്രമം നടത്തിയാലും ഇല്ല. പക്ഷേ എന്റെ പങ്കാളി ഇങ്ങനെ ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞാൽ കാര്യം എളുപ്പമായി.
അമ്മ പണ്ട് അടുപ്പിൽ നിന്ന് കത്തിമറിയുന്ന തീക്കൊള്ളിയുടെ തീക്കട്ട ഇങ്ങനെ എടുത്ത് കൈകൊണ്ടെടുത്ത് അടുപ്പിലേക്ക് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പോയെടുത്ത കൈ കൊള്ളും, പക്ഷെ അമ്മയുടെ കൈ ഒരിക്കലും പൊള്ളിയിട്ടില്ല. ആ അമ്മ തീക്കട്ടയെ എടുത്തിരുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു, അത് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. ഞാൻ അതിനെയൊക്കെ ആ ഉപമകളൊക്കെ എൻ്റെ ഉള്ളിൽ കരുതിയിട്ടുണ്ട്. എനിക്കിങ്ങനെയാ തോന്നുന്നേ. ഞാൻ എൻ്റെ അഭിപ്രായം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഇത് അതിഭയങ്കര രഹസ്യങ്ങൾ, അത് ഓരോരുത്തരുടെ ഭാഗ്യവും കൂടിയാണ് പിന്നെ കിട്ടുന്ന പങ്കാളി എന്നുള്ളത്. അതും സംശയമില്ല, ഈശ്വരദാനം പോലെയാണ്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെ കിട്ടിയാൽ ഞാൻ എൻ്റെ ഭാഗ്യം എന്നെ കണക്കാക്കേണ്ടത്. പിന്നെ മുഴുവൻ തിരുത്താൻ നടന്നാൽ ജീവിതം തോലയും. അപ്പോ അതിനു വേണ്ടിയിട്ട് അധികം മെനക്കെട്ട ജീവിതം പാഴാക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലങ്ങ് പോയാൽ പരമസുഖം. അത് തന്നെ കാര്യം. ഓക്കെ സാർ, മോർ താങ്ക്സ്, ഓൾ ദ ബെസ്റ്റ്. വിജയൻ സാർ, പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. കൂടുതൽ ചിന്തിപ്പിക്കാനും അതെ. തിരിച്ച് മാറ്റം വരുത്താനും ഒക്കെ വലിയ ജോഷ് സാർ പറയൂ. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി മാത്രം. എന്തായാലും നല്ല വിഷയം, വളരെ 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 എല്ലാവരും വൈകാരികമായി തന്നെ ചർച്ചയിലൊക്കെ ഇടപെട്ടു. ഞാൻ ഏതായാലും ഒന്നും നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഈ ജോർജ് സാർ പറഞ്ഞ 1-2 പോയിന്റിലാണ് ഞാനും നിൽക്കുന്നത്. ഇത് ക്ലാസ് എടുക്കാൻ ബെസ്റ്റ് ഒരു വിഷയമാണ്. ക്ലാസ് എടുക്കുന്നവർക്ക് പൾസൊക്കെ അറിഞ്ഞ് കയ്യടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സുഖിപ്പിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു നല്ല വിഷയമാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു ക്ലാസ് കേട്ടും ഒരാളിനും ഈ കുടുംബ ജീവിതം നയിക്കാൻ പറ്റുമെന്ന് അത്ര വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. എങ്ങനെ അലമ്പുണ്ടാകാതെ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ശല്യം ഉണ്ടാക്കാതെ അന്യോന്യം ജീവിക്കാൻ പറ്റുമോ? അതിന് ആരുടെ മുമ്പിൽ ആര് താഴണം, ആരുടെ മുമ്പിൽ ആര് നിന്നു കൊടുക്കണം, അതറിയാവുന്ന ഒരു വൈദഗ്ധ്യം നേടിയെടുത്താൽ കാര്യങ്ങൾ നന്നാവും. മറിച്ച് എഴുതി വെച്ച രീതിയിൽ, കാണാതെ പഠിച്ച രീതിയിൽ, ആരെങ്കിലും എഴുതി വെച്ച പാശ്ചാത്യന്റെ തത്വശാസ്ത്രമോ ഒന്നും ഇതിന് സുഖമാകില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഈ അഭിപ്രായം പറയുന്ന ഓരോരുത്തരും തങ്ങളുടെ കൺമുമ്പിൽ കണ്ടവരോ തങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഉടക്കി കിടക്കുന്നതോ ആയ ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചർച്ചകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ 800 കോടി ജനങ്ങൾ, ഒരു 10-300 കോടിയെങ്കിലും കുടുംബങ്ങൾ ഉണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ കുറവായിരിക്കും. ഏതായാലും അതെല്ലാം പല രീതിയിലാണ്. ഒരു മൂശയിൽ ഇതിനെല്ലാം ശരിയാക്കി എടുക്കാമെന്നുള്ള ധാരണ എനിക്കില്ല. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിട്ട് എതിർക്കത്തുമില്ല. വഴക്കുണ്ടാക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും, അങ്ങനെയെങ്കിൽ അതായിരിക്കും നല്ലത്. താങ്ക് യു. ഓക്കെ സാർ, ഇനി ആരോട് പറയാൻ? ഡോക്ടർ ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? സ്നേഹൃത മാം, എൽദോ ജോസഫ്. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടും കൂടെ നമുക്ക് കേൾക്കാം. രണ്ടല്ലെങ്കിൽ ഇത് എത്ര പാർട്ട് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഒത്തിരി അനുഭവങ്ങളുടെ ഒരു തിച്ചുള തന്നെയാണിത്. കാരണം കുടുംബജീവിതത്തിന് അത്ര അനുഭവങ്ങൾ ചാലിച്ചിട്ടുള്ള മറ്റൊരു സാറിൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു നൃത്തമില്ല, അല്ലേ? ഏത് രീതിയിൽ ചലിച്ചാലും അതിന് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞില്ലേ, ഡാൻസ് ഓഫ് ആങ്കർ. ഓരോ ദേഷ്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു നൃത്തരൂപമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. TA സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പക്ക രീതി. അപ്പോൾ ഈ ബുക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കുന്നത് നല്ലതായിരിക്കും. വിജയരാമൻ സാറിനോട് കൂടെ യാത്ര ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. 2 ബുക്കുകൾ, ദർ ഈസ് ഡാൻസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് ഡാൻസ് ഓഫ് ആങ്കർ. ഇത് രണ്ട് ധ്രുവങ്ങളാണ്, അല്ലേ? ഇൻറ്റിമസി കിട്ടാതെ വരുമ്പോഴാണ് ആങ്കർ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഇൻറ്റിമസിയുടെ ചർച്ചക്കുറവുകളെല്ലാം അത് പ്രകടിപ്പിക്കുന്ന മറ്റൊരു സിമ്പലാണ് സത്യത്തിൽ ആങ്കർ എന്ന് പറയുന്നത്. ഇപ്പം ആങ്കർ കാണുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ കരിയാപ്പില, അതിനെക്കൊണ്ട് നല്ല വശങ്ങളെക്കുറിച്ച് എഴുതിയപ്പം അതിൻ്റെ എവിടെയൊക്കെ ഒരു വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നടാം എന്ന് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മൂലകളിലും
കരിയാപ്പില ഉണ്ടാകരുത്, കരിയാപ്പ് ഉണ്ടാകരുത് എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അത് എഴുതിയിട്ടുണ്ട്, കരിയാപ്പ് അങ്ങനെ നട്ടാൽ കൃത്യമായിട്ട് ചില സിമ്പിൾസ് കിട്ടുമെന്ന്. നല്ല കുടുംബ വഴക്കിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരിക്കും ആ ഭവനമൊന്നും. അപ്പൊ ഇതൊക്കെ എത്രയോ റിസർച്ച് ഓറിയന്റഡ് എത്രയോ അനാലിസിസിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് നമുക്ക് കരിയാപ്പില കൃത്യമായിട്ട് മൂലയിൽ വെച്ചിട്ട് അടി ഉണ്ടാകുമ്പം അതൊരു സിമ്പിളാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുപോലെ മറ്റൊരു സിമ്പിൾ ഉണ്ട്. നമ്മളെ വീടിന്റെ പടിഞ്ഞാറ് തെക്കേ മൂലകളിൽ കോണോട് ചേർന്ന് കോണിന്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട്, വീടിന്റെ കോണിന്റെ പടിഞ്ഞാറ് സൈഡിലായിട്ട് കുളങ്ങളോ കുഴികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന്. ഇതൊക്കെ തമാശയായിട്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇതൊക്കെ വളരെ കൃത്യമാണ്. ഒത്തിരി പഠനങ്ങൾ ഞാൻ തന്നെ നടത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാലോ കന്നി കോണിൽ ബാത്റൂം പോലെയുള്ള കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതെല്ലാം ഒത്തിരിയും ഫണ്ടമെന്റലായിട്ട് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാനങ്ങളാണ്. അപ്പൊ ഈ അടിസ്ഥാനങ്ങൾ കൃത്യമായിട്ട് ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ കുടുംബം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഈ പറയുന്ന സാഹചര്യങ്ങളെ നോക്കിയാൽ മതി എന്ന് പറയും. അപ്പം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ്. ഇതെല്ലാം സിമ്പിൾസാണ്. ഈ സിമ്പിൾസ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബജീവിതം നല്ലോണം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സിമ്പിൾസ് ആണ് അല്ലേ? ഇപ്പം ആങ്കർ, ഈ പറയുന്ന ഡാൻസ് ഓഫ് ആങ്കർ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായൊരു സിമ്പിളാണ്. പക്ഷേ ഈ സിമ്പിൾ എന്താണെന്ന് തിരിച്ചറിയാതെയാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ നൃത്തം ചവിട്ടുന്നത്. അവിടെയാണ് നൃത്തം പരാജയപ്പെട്ടു പോകുന്നത്. പക്ഷേ ഈ നൃത്തങ്ങളൊന്നും പരാജയപ്പെടാൻ വേണ്ടിയല്ലല്ലോ, അല്ലേ സാറേ? ടി എയിൽ പറയുമ്പോൾ അല്ലെ നമ്മൾ സൈക്കോളജി ഗെയിംസോ, ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ രീതി അല്ലെങ്കിൽ ആ രീതി, നല്ല രീതി ഇല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പോയാലും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ വിജയരാമൻ സാറിൻ്റെ ഒരു വെരി ഗ്രേറ്റ് എഫേർട്ടായിരുന്നു. ഇതിൻ്റെ തുടർ ഭാഗങ്ങളും കൂടെ കേൾക്കാൻ, ചിന്തിക്കാൻ, മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം അതിന് തീർച്ചയായിട്ടും നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സർ. താങ്ക് യു വിജയൻ സാർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫൈനൽ ഒരുപാട് പറഞ്ഞു. ഞാൻ പറയാം. ഞാനിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, ഒന്ന് ആമുഖമായി പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ഇതിന്റെ കാര്യത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇനി ഞാൻ പറയാനിരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അതായത് നമുക്ക് സ്റ്റക്കപ്പ് ആവാൻ പറ്റില്ല. ജീവിതം വഴിമുട്ടരുത്, ജീവിതം മുന്നോട്ട് പോയേ ഒക്കൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. ഇനി ഞാൻ തുടങ്ങി ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ 2 പുസ്തകം വളരെ വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ്, വായിക്കേണ്ടതുണ്ട് എല്ലാവരും. കഴിയുമെങ്കിൽ എല്ലാവരും വായിക്കണം. അതുപോലെ തന്നെ ഇത് ഒരു ആമുഖം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും വളരെ വ്യക്തമാക്കാനുണ്ട്. അതിനുള്ള ഒരു ആമുഖം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഒട്ടും സാർ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നമുക്ക് ഇഷ്ടംപോലെ ക്ലാസ്സിന് സമയമുണ്ട്. പതുക്കെ ടോപ്പിക്കായിട്ട് എടുത്ത് നമുക്കത് ശരിക്കും പഠിക്കാം. അതൊരു വലിയ സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു അറിവാണിത്. കാരണം ഇതില്ലാത്തൊരു കേസില്ല അല്ലേ? ഇതില്ലാത്തൊരു വീടില്ല. ഒന്നെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ തലത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ തലത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ തലത്തിലെല്ലാം കുടുംബ ബന്ധങ്ങളിലെ ഈ ശിഥിലീകരണം സംഭവിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. അല്ല, സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് പറഞ്ഞിട്ടുള്ള കറിവേപ്പില അവിടെ മറ്റേ കന്നിമൂലയില ഇതെന്നൊക്കെ ഉണ്ടല്ലോ. കന്നിമൂല സാറ് ഒരു മൂലകളിലും പാടില്ലെന്ന്, ഒരു മൂലകളിലും പാടില്ല. വാസ്തുശാസ്ത്രം. ഇപ്പൊ ഞാൻ ഇതൊക്കെ ഉണ്ട്, അതൊരു ഭാഗത്ത് അങ്ങനെ പോയിക്കോട്ടെ. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചില കൊച്ചു പൊടിക്കൈകൾ ചെയ്താൽ ഇതിനൊക്കെ മറികടക്കാൻ പറ്റുമെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്, മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ അതായിരിക്കും നല്ലത്. ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് അതിൽ ഉറച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇന്റിമസി സാധ്യമാണ്. അപ്പൊ നേരത്തെ ജോസഫ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പോയിട്ട് അങ്ങനെ ദൈവം അനുഗ്രഹിച്ച മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അതിൽ വലിയ പ്രതീക്ഷ അങ്ങനെ അല്ല. വി ക്യാൻ ഡു ഇറ്റ്. നമ്മളിപ്പോ ഭാര്യയായിട്ട് കൂടുതൽ അടുപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിനായിട്ട് കൂടുതൽ അടുപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികളായിട്ടും ഈ ഡാൻസ് തന്നെയാണ് എല്ലാ ബന്ധങ്ങളിലും നടക്കുന്നത്. ഇത് ദാമ്പത്യത്തിൽ മാത്രമല്ല, എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. അതിനുള്ള വഴികൾ ഉണ്ട് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ അത് ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ വലിയൊരു മറ്റുള്ളവർ മാറട്ടെ എന്നല്ല,
അല്ല, മറ്റുള്ളവർ മാറട്ടെ എന്നല്ല, ആ അല്ല, മാറ്റം നമ്മളിൽ അവിടെയാണ് നിന്ന് ചിന്തിക്കേണ്ടത്. നടക്കട്ടെ എന്നുള്ള. അവിടെ ഇത് മാത്രമാണ് ചിന്തിക്കേണ്ട വിഷയം. നമ്മ ഇപ്പൊ ചിന്തിക്കുന്നത് മറ്റുള്ളവർ മാറണം എന്നാണ്. എന്റെ ഭാര്യ അല്പം മാറിയിട്ട് എനിക്ക് സന്തോഷം തരണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു ഭാര്യമാരും ചിന്തിക്കുന്നത്. ഭർത്താവ് ഒന്ന് അല്പം മാറിയാലേ എന്റെ ജീവിതം നന്നാവൂ. അദ്ദേഹത്തിന് കെട്ടിയതിന് ശേഷം ജീവിതം തൊലഞ്ഞു. അല്ലെങ്കിൽ അതുപോലെ ഈ നല്ല ഡാൻസ് പാരന്റ്സിന്റെ കണ്ടിട്ട് വേണം റോൾ മോഡൽ ആക്കാൻ മക്കളെ. അതിങ്ങനെ തുടരാണ്. തലമുറകളായിട്ട് ഈ നൃത്തം തുടരുകയാണ്. അത് ചാക്രികമാണിത്. ആര് തുടങ്ങി ആര് അവസാനിപ്പിച്ചു എന്ന് അറിയില്ല. അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാക്രിക നൃത്തമാണിത്. സർക്കുലർ ഡാൻസ് ആണ് ഇതെന്നാണ് ഈ പുസ്തകം പറയുന്നത്. വളരെ വളരെ സത്യമായ ഒരു കാര്യമാണ്. പെർഫെക്റ്റ് ആയുള്ള കാര്യമാണ് അത്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സുഹൃതം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇത് മാറ്റാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ചെറിയ ചെറിയ കാൽവെപ്പ്, നമ്മുടെ ഈ നൃത്തം സ്റ്റെപ്പുകളിലൂടെയാണല്ലോ. അതില് ഒരു ചുവട് നമ്മളൊന്ന് മാറി വെക്കാൻ തയ്യാറായാൽ ഇതങ്ങ് മാറുകയും ചെയ്യും, നമുക്ക് അനുകൂലമാവുകയും ചെയ്യും. നമ്മൾ സ്വപ്നം കാണുന്ന നമ്മുടെ ഇന്റിമസി, കൂടുതൽ എടുപ്പം, സന്തോഷം. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് എത്രത്തോളം ഉയരണോ, എത്രത്തോളം നന്നാവണോ, ഈ മോക്ഷം എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇതൊക്കെ ബന്ധങ്ങളിലൂടെ നടക്കും. അതായത് ദൈവത്തിനായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു, അങ്ങനെ മോക്ഷം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ അത് ബന്ധം വഴിയേ നടക്കും ഇതൊക്കെ. അപ്പോ അത് തന്നെയാണ് ഇതിന്റെ ഇവിടുത്തെ വിഷയം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ സാബു സാർ. ഓക്കെ സാർ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. താങ്ക് യു സാർ. വെൽക്കം.